Good evening. Good evening, ma'am. Good evening, Good ma'am. ma'am. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. ജിഷ മിസ് അല്ലട്ടെന്ന്. Good evening, ma'am. ആ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ജിഷ മിസ് അത്യാവശ്യം ഒരു സ്ഥലം വരെ പോയേക്കുവാണ്. അപ്പോ ജിഷ മിസ്സിന് പകരം വന്നതാണ് കേട്ടെന്ന്. ഓക്കെ. Yes, okay, ma'am. നാളെ എനിക്ക് പകരം ജിഷ മിസ് ആയിരിക്കും. ഓക്കെ. Okay, ma'am. Okay, ma'am. ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് എവിടം വരെയായിരുന്നു പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നേ? കുറച്ച് വെജിറ്റബിൾസ്, കുറച്ച് എന്താ പറയാ വൈറ്റമിൻസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ. ചെറിയ പ്രോഡക്ട്സിന് മാം മറ്റേ മാം പറഞ്ഞില്ലേ നന്ദൻ ഒരു മീനില്ലേ? മീനിന്റെ കാര്യമായിരുന്നു പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. ആരോക്കെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു? മീൻ ഏതാണെന്ന് പിടികിട്ടിയോ നിങ്ങൾക്ക്? പിടികിട്ടിയല്ലേ? ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ വൈറ്റമിൻസ് നമ്മൾക്ക് എന്താണ് ധാരാളം, അതായത് നമ്മുടെ എന്താ പറയാ കുട്ടികൾക്കായാലും അല്ലെങ്കിൽ മുതിർന്നവർക്കായാലും അവരുടെ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള വൈറ്റമിൻസ് എന്ത് ചെയ്യണം? നമ്മള് ഫുഡിലൂടെ എന്ത് ചെയ്യണം? ഇൻടേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ധാരാളം ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കണം. അതുപോലെ തന്നെ വിറ്റാമിൻ ഇ, വിറ്റാമിൻ സി, അതുപോലെ മഗ്നീഷ്യം, പൊട്ടാസ്യം എന്നിവ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും കൂടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആ ഒരു മീൽ പ്ലാനിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഓക്കെ. പിന്നെ എന്താ പറയാ, ഇപ്പോ വിറ്റാമിൻ സി അതുപോലെ തന്നെ വൈറ്റമിൻ ഇ അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങള് ബ്രക്കോളിയിൽ അടങ്ങിയിട്ടുണ്ട്, അവോക്കാഡോയിൽ അടങ്ങിയിട്ടുണ്ട്, പിന്നെ ഓട്സിലുണ്ട്, ബീൻസിലുണ്ട്. ഫൈബേഴ്സ് ഉണ്ട് കേട്ടോ, ഫൈബർ റിച്ച് ആണ് അതൊക്കെ. ബീൻസ്, ഓട്സ്, അതുപോലെ തന്നെ അമരാന്തസ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്താണ് ധാരാളം ഫൈബറുകളും വൈറ്റമിനുകളും എന്ത് ചെയ്തിട്ടുണ്ട്? അടങ്ങിയിട്ടുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഡൈജഷന് വേണ്ടിയിട്ട് ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട് അല്ലെ? ഈ വൈറ്റമിൻസ് അടങ്ങി അല്ലെങ്കിൽ ഈ ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ഡൈജഷന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് എനർജി തരുന്നുണ്ട്, നമ്മുടെ ഹാർട്ട് ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നെർവ് സിസ്റ്റത്തിന്റെ, നമ്മുടെ ഞരമ്പുണ്ടല്ലോ, ഓക്കെ, നമ്മുടെ നെർവ് സിസ്റ്റത്തിന്റെ ഫങ്ഷൻസ് എന്നിവയ്ക്ക് വിറ്റാമിൻസ് എന്ത് ചെയ്യാണ്? അത്യാവശ്യമാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ വിറ്റാമിൻ B12 എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ ഉണ്ട്. അത് നമുക്ക് മീറ്റിൽ നിന്നും എഗ്ഗിൽ നിന്നും ഫിഷിൽ നിന്നൊക്കെ എന്താണ് അവൈലബിൾ ആണ്. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞു വൈറ്റമിൻ ഡി നമുക്ക് കിട്ടുന്നത് സൺലൈറ്റിൽ നിന്നാണ്. ഓക്കെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള ഫുഡ് ഇൻഗ്രീഡിയന്റ് ഏതൊക്കെയാണ് ഭക്ഷണ പദാർത്ഥങ്ങള്? വൈറ്റമിൻ എ ഒരാളെന്ന് പറഞ്ഞേ. വൈറ്റമിൻ എ, വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള ഫുഡ്സ് എന്തൊക്കെയാ? പപ്പായ, ലീഫി വെജിറ്റബിൾസ്, പിന്നെ leafy vegetables, മുരിങ്ങ ലീഫ്, മിൽക്ക്, ചീസ്, ബട്ടർ, സ്വീറ്റ് പൊട്ടാറ്റോ. വൈറ്റമിൻ എ ആണ് അല്ലെ? ഡയറി പ്രൊഡക്ട്സുകളൊക്കെ ഇതിൽ വരുന്നതാണ്, വൈറ്റമിൻ എയിൽ വരുന്നതാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ മുരിങ്ങയിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങള്? മുരിങ്ങയില കുഞ്ഞുങ്ങൾക്ക് എന്താ പറയാ, ഏറ്റവും എന്താ പറയാ, ചീരയും മുരിങ്ങയില എന്നൊക്കെ പറയുന്നത് വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഘടകങ്ങളാണ്. നമ്മുടെ കണ്ണിന് എന്താണ് ഏറ്റവും കൂടുതൽ അത്യാവശ്യം വേണ്ടിയിട്ടുള്ള ഒരു ഫാക്ടറാണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത്. അപ്പൊ കുഞ്ഞുങ്ങള് മുരിങ്ങയില കഴിക്കുന്നില്ലെങ്കിലൊക്കെ എന്താണ് മുരിങ്ങയില എന്താ പറയാ എഗ്ഗുമായിട്ട് മിക്സ് ചെയ്തിട്ട് അതൊന്ന് ചിക്കിയൊക്കെ എന്ത് ചെയ്യുക കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ മാം, ഈ മുരിങ്ങ ലീവ്സ് ഇല്ലേ, അത് ചിലര് പറയുന്നുണ്ട് കർക്കിടക മാസം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അത് അവര് ഫ്രഷ് ആയിട്ട് ട്രീന്ന് എടുക്കുമ്പോഴാണ് ആ ടൈമിൽ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അതെന്തോ അതിന്റെ വിഷത്തിന്റെ എന്തോ കണ്ടന്റ് ആ ടൈമിൽ അതിൽ കൂടുതലായിരിക്കും, അങ്ങനെ എന്തോ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ട് അല്ലേ? പറയുന്നുണ്ട്. അപ്പം ശരിക്കുള്ള ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് കർക്കിടക മാസം നമ്മളത് കഴിക്കരുത്, ദഹനത്തിന് നല്ലതല്ല എന്ന് അങ്ങനെ പറയാറുണ്ട്. അപ്പൊ ഞാൻ ഈ സമ്മർ ടൈമിൽ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മുരിങ്ങയുടെ ലീവ്സ് ഞാൻ എടുത്ത് ഉണക്കി
പൊടിച്ച് വെച്ചേക്കുവാണ്. ഇപ്പൊ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. അപ്പൊ നമ്മൾ എന്തെങ്കിലും കറികൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോ അതിലോട്ട് ഞാൻ അങ്ങ് ആഡ് ചെയ്യും. അപ്പൊ അവർക്ക് അകത്തോട്ട് ചെല്ലുന്ന പോലെ. നല്ലൊരു ഐഡിയ ഉണ്ട് പറഞ്ഞത്. അതേപോലെ പുതിനയും അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യാറ്. പുതിന ഞാൻ വീട്ടിൽ വളർത്തുന്ന തന്നെയാണ്. അത് ഞാൻ കുറെ ആകുമ്പോൾ ഞാൻ പ്ലക്ക് ചെയ്ത് ലീവ്സ് മാത്രം വെയിലത്ത് വെച്ച് ഉണക്കി പൗഡർ ആക്കി വെക്കും. അപ്പൊ നമ്മള് കറികൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഫ്രഷ് ഇല്ലെങ്കിലും ഇത് ഇട്ടാൽ തന്നെ ശരിക്കും അതിന്റെ സ്മെല്ലും ഒക്കെ എല്ലാം ഉണ്ട് അതിനകത്ത്. അപ്പൊ അങ്ങനെ ഞാൻ അത് രണ്ടും ഞാൻ ചെയ്യാറുണ്ട് ഇവിടെ. ഓക്കെ ഓക്കെ ഓക്കെ, നല്ലൊരു ഐഡിയ ആണ്. മുരിങ്ങയില ഇപ്പൊ ഈ പറഞ്ഞത് ഉണക്കി പൊടിച്ച് അതിന് വേണ്ടി ഉള്ള എഫേർട്ട്, അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമ്മമാര് ശരിക്കും പറഞ്ഞാല് ചെയ്യാനായിട്ട് മടിക്കും. കാരണം അത് ഉണക്കി അത് പൊടിച്ച് ഒക്കെ നമ്മള് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണമല്ലോ. അപ്പോ നല്ലൊരു എന്താ പറയാ, നല്ലൊരു എഫേർട്ടാണ് കേട്ടോ എടുത്തത് അങ്ങനെ ചെയ്യുന്നതിലൂടെ. കാരണം കുഞ്ഞുങ്ങൾ അറിയയില്ല, എന്തെങ്കിലും ഒരു കറിയിലൊക്കെ ഇട്ട് കൊടുത്താല് അവർ അതിന്റെ കൂട്ടത്തിൽ തന്നെ അത് കഴിച്ചോളൂ. അതുപോലെ തന്നെ എഗ്ഗുമായിട്ട് നമ്മുടെ മുട്ടയുമായിട്ടൊക്കെ മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ കർക്കിടക മാസം എന്ന് പറയുന്നത് നമ്മുടെ ബോഡി, അതായത് നമ്മുടെ ശരീരം ഇളതായിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഡൈജഷൻ പ്രോപ്പറായിട്ട് ചിലപ്പോൾ നടക്കണം എന്നില്ല. അതുകൊണ്ടായിരിക്കും പണ്ട് കാലത്തുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നത് മുരിങ്ങയില കർക്കിടകം, അതായത് അത് കഴിയുന്നത് വരെ കഴിക്കാൻ പാടുള്ളതല്ല. അങ്ങനെ ആയിരിക്കാം, എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല കേട്ടോ ഇതിനെ കുറിച്ച്. ഈ മുരിങ്ങയ്ക്കില്ലേ വിഷം വലിച്ചെടുക്കാനുള്ള കഴിവുണ്ടെന്നാ പറയുന്നത്. അപ്പൊ ബാലൻസ് ടൈമിലൊക്കെ ഇത് വിഷാംശം വലിച്ചെടുത്തിട്ട് അതിന്റെ ഇതില് ശരീരത്തിൽ സൂക്ഷിക്കും. അപ്പൊ ഈ ടൈം ആകുമ്പോൾ അത് കൂടുതലായിരിക്കും. അപ്പൊ ഫോട്ടോസിന്തസിസ് ടൈമിലൊക്കെ ആ ഒരു ഇത് കൂടുതലായിരിക്കുമ്പോൾ വിഷാംശവും കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഈ ഇലകൾ ആ ടൈമിൽ കഴിക്കാൻ പാടില്ല എന്നാണ് ഞാൻ ഒരിക്കൽ ചോദിച്ചപ്പോ പറഞ്ഞത്. അങ്ങനെയാണല്ലേ, അങ്ങനെയായിരിക്കാം. എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല കേട്ടോ. എനിക്ക് ആകെ അറിയാവുന്ന കാര്യം മരുന്ന് കഞ്ഞിയുടെ കാര്യം മാത്രമാണ് അറിയാവുന്നത് കർക്കിടകത്തെ സംബന്ധിച്ച്. കൂടുതൽ കാര്യങ്ങളുണ്ടോ അതുമായി ബന്ധപ്പെട്ടിട്ട്? കർക്കിടകത്തിൽ നമ്മള് പാലിക്കേണ്ട ചില കാര്യങ്ങള് ടീച്ചറെ? 10 ഇലകളും കൂടി. അതുപോലെ മുരിങ്ങയില പ്രഷർ കുറവുള്ളവർ കഴിക്കരുതെന്ന് പറയുന്നുണ്ട്. പ്രഷർ കുറവുള്ളവരെ അതെന്താണ് അങ്ങനെ പറയാനായിട്ട്? പ്രഷറിന് കുറയ്ക്കാനുള്ള ഇത് ടെൻഡൻസി കൂടുതലാണ് മുരിങ്ങയിലേക്ക്. പ്രഷർ കൺട്രോൾ ചെയ്യാനായിട്ട് അത് കൂടുതലുള്ളവർക്ക് കഴിക്കാം. പ്രഷർ കുറയുന്ന ടെൻഡൻസി ഉള്ള ബോഡി ഉള്ളവരുണ്ടല്ലോ, അങ്ങനെയുള്ളവരെ കഴിക്കരുതെന്ന് പറയുന്നത്. അങ്ങനെയുള്ളവര് കഴിക്കരുതെന്ന് പറയാം. സ്ഥിരമായിട്ട് കഴിക്കരുത്. വല്ലപ്പോഴും കഴിക്കുന്നതിന് കുഴപ്പമില്ല, പ്രഷർ കുറയുന്നതാണ്. അങ്ങനെയുണ്ടല്ലേ. ഓക്കെ, നിങ്ങളുടെ അറിവുകൾ ധാരാളം ഷെയർ ചെയ്യട്ടോ. നമുക്ക് ഇത് ഇപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കേൾക്കുന്നത് കേട്ടോ. ഡോക്ടർ പറഞ്ഞതാ, ഡോക്ടർ ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞതാണ്. ഓക്കെ. ശില്പ പറഞ്ഞോളൂ. ശില്പ. തൊലിയില്ലേ മാം, ആ തൊലി ചീകി എടുത്തിട്ട് വെള്ളം ചൂടാക്കി ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ കഷായം വെച്ച് കുടിക്കുന്നതൊക്കെ മേലുവേദനയ്ക്ക് നല്ലതാണെന്നാ പറയാറ്. അല്ലെങ്കിൽ മുരിങ്ങയിലയുടെ നീര്, ഇഞ്ചി നീരും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചെവിയിൽ ഒഴിക്കാൻ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. മുരിങ്ങയില നീരും ഇഞ്ചിയില നീരും ചെവി വേദനയ്ക്ക് ചെവിയിൽ നേരത്തെ ഒഴിച്ചുകൊണ്ടിരുന്നതാണെന്ന് ഇവര്. നല്ലതാണ്. അതിന്റെ തൊലി അല്ലേ, അതിന്റെ തൊലി ചെത്തിയിട്ട് അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത് ശില്പ? തൊലി കഷായം വെച്ച് കുടിക്കുന്നത് നമ്മുടെ മേലുവേദനയ്ക്കൊക്കെ നല്ലതാണെന്ന്. ഇപ്പൊ ചതവൊക്കെ ഉണ്ടാവില്ലേ, എവിടെയെങ്കിലും വീണു നമ്മൾ ചതഞ്ഞെന്നൊക്കെ പറയില്ലേ, അതിന് തൊലി കഷായം വെച്ച് കുടിക്കാം. മറ്റേ മുരിങ്ങയിലയുടെ നീരും മറ്റേ ഇഞ്ചി നീരും കൂടി ചെറുത് ഒരു 2 തുള്ളി ചെവിയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ചെവി വേദനയ്ക്ക് നല്ലതാണെന്നാ പറയുന്നത്. ഹലോ മിസ്. മിസ്, ഇപ്പം ഈ മുരിങ്ങയിലയിൽ ഞാൻ കേട്ടേക്കുന്നത് ഇപ്പൊ അല്ലാത്ത സമയത്തൊക്കെ മുരിങ്ങയുടെ വേരിലാണ് ഇതിന്റെ വിഷം വലിച്ചെടുത്ത് വെക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ കർക്കിടകമായി കഴിയുമ്പോഴത്തേക്കും അതിന്റെ ഇലകളിലെല്ലാം അത് വ്യാപിക്കും, ഇത് കൂടുതൽ വലിച്ചെടുത്ത് എല്ലായിടത്തും സ്പ്രെഡ് ആകുമെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കഴിക്കലെന്ന് എന്റെ വല്യമ്മച്ചി പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് അല്ലേ. അപ്പൊ വേര് ആ ഒരു സമയത്ത്, അതായത് ഈ ഒരു കർക്കിടകത്തില് അത് വേര് എന്തെയും വിഷം വലിച്ചെടുക്കും, അത് അതിന്റെ ലീഫിലേക്കൊക്കെ വ്യാപിക്കും. ആ സമയത്ത് നമ്മൾ അതിന്റെ ലീഫ് ഉപയോഗിക്കാനായിട്ട് പാടുള്ളതാണ് അല്ലെ? നമ്മുടെ കാലത്ത് മുറിയും ചതവൊക്കെ വരുമല്ലോ, അപ്പൊ നീരൊക്കെ വെച്ചിരിക്കുന്ന സമയത്ത് ഈ മുരിങ്ങയിലയും ഉപ്പും കൂടെ കൂട്ടി അരച്ചിട്ട് ആ നീരുള്ള സ്ഥലത്ത് ഇത് പുരട്ടിയാല് ആ നീര് പെട്ടെന്ന് വലിയുമെന്ന് കേട്ടിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഇടയ്ക്ക് ചെയ്യാറുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ. ചെയ്യാറുണ്ടല്ലേ.
ഞാൻ മാം മധുവന ചേച്ചി. അലർജി കണ്ടന്റ് കൂടുതലായിരിക്കുമ്പോ ആ. അലർജി പ്രശ്നങ്ങളുള്ളവർക്ക് എന്റെ മോൾക്ക് അലർജിയുടെ പ്രശ്നമുണ്ട്. ഇപ്പൊ സ്കിന്നിലൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞു പൊട്ടും. അപ്പോ സ്കിന്നിന്റെ ഡോക്ടറെ കാണിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു സിറം IG ലെവല് പീക്കിലാണെങ്കിൽ മുരിങ്ങയില കൊടുക്കരുത് എന്ന്. അത് നന്നായിട്ട് ആ അലർജി കൂട്ടുകയാണ് ചെയ്യുക. അപ്പം അലർജി കണ്ടന്റ് ബോഡിയിൽ ഉണ്ട് എങ്കിൽ മുരിങ്ങയില കൊടുക്കുകയെ ചെയ്യരുത്. പരമാവധി മുരിങ്ങയില അതുപോലെ ചീര ഐറ്റംസ് പരമാവധി കുറയ്ക്കുക. കാരണം സിറം IG കൂടുതലാണെങ്കിൽ അത് നന്നായിട്ട് കൂട്ടുകയാണ് ചെയ്യുക. അതുകൊണ്ട് അത് കൊടുക്കരുതെന്ന് പറഞ്ഞു സ്കിന്നിന്റെ ഡോക്ടർ. അതായത് സ്കിന്നുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള അലർജിയാണോ പറയണത്? അല്ലെങ്കിൽ നമ്മുടെ ബ്രോങ്കൈറ്റിസ് ഒക്കെ വരുമല്ലോ, ശ്വാസം മുട്ട്, ജലദോഷം, തുമ്മൽ, അങ്ങനെയുള്ള അലർജീസ് ആണോ അല്ലെങ്കിൽ സ്കിന്നിന്റെ മാത്രമാണ് അലർജിയാണോ പറയുന്നത്? പൊതുവെ ഈ സിറം നമ്മൾ അലർജിക്ക് ടെസ്റ്റ് ചെയ്യുന്ന ഓരോ സാധനമാണ് സിറം IG. ആ സംഭവം സിറം IG ലെവൽ നമുക്ക് ഏറ്റവും ലോയിൽ നിൽക്കേണ്ട സാധനമാണ്. അപ്പൊ അത് കൂടുമ്പോഴാണ് നമുക്ക് മോൾക്ക് തുമ്മല് അതുപോലെ ശ്വാസം മുട്ടൽ പോലെ ഇടയ്ക്ക് വരും, സ്കിന്ന് ചൊറിഞ്ഞു പൊട്ടും. അപ്പൊ അത് സമയത്ത് സിറം IG ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ വാല്യൂ പീക്കിലാണ്, ഏറ്റവും ഹൈറ്റിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ സാധനം യൂസ് ചെയ്യരുതെന്നാ പറഞ്ഞേ. യൂസ് ചെയ്യരുത്. അതിപ്പോ മുരിങ്ങയിലയായാലും അമരത്, ചീര പോലുള്ള ഇലക്കറികളായാലും അല്ലെ? പക്ഷെ ചീരയിൽ തന്നെ ഏറ്റവും കൂടുതൽ മുരിങ്ങയിലക്കാണ് ഈ പ്രശ്നമുള്ളതെന്ന്. ചീരനേക്കാളും കൂടുതലും മുരിങ്ങയിലക്കാണ് അല്ലെ? മുരിങ്ങയിലേക്ക് അത് മുരിങ്ങയില തീരെ യൂസ് ചെയ്യരുത്. ചീര കുറയ്ക്കുക, പരമാവധി കുറയ്ക്കുക. പക്ഷെ മുരിങ്ങയില തീരെ കൊടുക്കരുത് പറഞ്ഞു. ഓക്കെ ഓക്കെ, അങ്ങനെ പറഞ്ഞു. നോർമൽ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷെ അത് ഹൈറ്റിൽ നിൽക്കുന്ന സമയത്ത്, പീക്കായി നിൽക്കുന്ന സമയത്ത് കൊടുക്കരുത് പറഞ്ഞു. കൊടുക്കരുത്. എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാവും അതിനകത്ത്, കൂട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പ്രത്യേകിച്ച് അതുപോലെ ചെവിയിൽ മറ്റേത് ഒഴിക്കണ കാര്യം പറഞ്ഞില്ലേ? നമ്മളെ ചെവി, കണ്ണ്, മൂക്ക് അങ്ങനെയുള്ള ഇതിലൊക്കെ നമുക്ക് എന്തെങ്കിലും ഇത് വന്നാ ആവുന്നതും ഡോക്ടറെ കണ്ട് ഒരു ഇതെടുക്കാൻ വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു പറ്റിയതാ. പണ്ടൊക്കെ ചെവി വേദന വന്ന സമയത്ത്, ചെറുതായിരുന്ന സമയത്ത് ചെവി വേദനയൊക്കെ വരുമ്പോ ഈ വറ്റൽമുളകിന്റെ അരി കുത്തിക്കളഞ്ഞ് ചൂടാക്കി ഒഴിക്കണ എന്തോ സംഭവമൊക്കെ അമ്മയൊക്കെ ചെയ്യണ കണ്ടിട്ടുണ്ട്. വറ്റൽമുളക് ചെവിയിലൊഴിക്കോ നമ്മുടെ? വറ്റൽമുളകിന്റെ ആ അരി കുത്തി കളഞ്ഞിട്ട് എണ്ണ ചൂടാക്കി ഒഴിക്കും. അങ്ങനെയൊക്കെ ചെയ്യണ കണ്ടിട്ടുണ്ട്. യെസ് മാം, അങ്ങനെ പണ്ട് കാലത്ത് ഉണ്ട്. ചെവിയിലെന്തോ ഓയിൽ ഒഴിക്കുന്ന പരിപാടി ഉണ്ട്. അങ്ങനെ ചെയ്തിട്ട് എന്റെ ഒരു കസിനിലെ കുട്ടിയുടെ ചെവി പോയി, മീൻസ് ആ ഇയർ ഡ്രമ്മിന്റെ പണി തീർന്നു. എനിക്കും അതേപോലെ പണി കിട്ടി. ഞാനിതേപോലെ ഹോസ്പിറ്റലിൽ പോയുള്ള മടിയും കൊണ്ട് ചെയ്തതാണ്. പക്ഷെ ചെവിയുടെ വെയിനിന് കംപ്ലൈന്റ് ആയത്. അത് ബെറ്റർ. ഇങ്ങനെ ഇയറും ഐസും അങ്ങനത്തെ ഒക്കെ മെയിൻ ആയിട്ടുള്ള നമുക്ക് ആവശ്യം, ലൈഫ് ലോങ് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ ഡോക്ടറെ കാണാൻ നല്ലത്. അല്ലാതെ ഇത്തരം ചെയ്യുമ്പോഴേ എന്താണ് അതിന്റെ സൈഡ് എഫക്ട് നമുക്ക് അറിയാൻ പറ്റുക. ഇങ്ങനെയുള്ള സാഹസികതയ്ക്ക് മുതിരരുത് കേട്ടോ. നിങ്ങളായാലും അങ്ങനെയുള്ള കാര്യങ്ങള് ചെയ്യാതെ ഇരിക്കുക. ഇപ്പൊ വറ്റൽമുളകിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, അതൊന്നും ദൈവത്തെ ഓർത്ത് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക കേട്ടോ. അങ്ങനെയൊന്നും ചെയ്യരുത്. എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നാല് എന്ത് ചെയ്യുക? ഡോക്ടറെ കാണാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ നമ്മുടെ അതായത് പാരമ്പര്യം, അതായത് നമ്മുടെ വീട്ടിലെ മുതിർന്ന ആളുകൾ പറയുമല്ലോ, ഇപ്പൊ കുഞ്ഞുങ്ങൾക്കൊക്കെ പനിയോ അല്ലെങ്കിൽ ചെറിയ കഫക്കെട്ടോ ഒക്കെ വന്നു കഴിഞ്ഞാൽ പനിക്കൂർക്ക, തുളസിയില അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അരച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. അതിനൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. കൊടുക്കുമ്പോ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം അത് അരച്ചു കൊടുക്കാനായിട്ട്. അത് ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ ഭയങ്കരമായിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യരുത്, ചെയ്യാനായിട്ട് നിൽക്കരുത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകം. ഇപ്പൊ നിപ്പ റിപ്പോർട്ട് ചെയ്തു. മലപ്പുറത്ത് പാണ്ടിക്കാട്ടുള്ള ഒരു കുട്ടി, 14 വയസ്സുള്ള ഒരു കുട്ടിയാണ്. കുട്ടി മരിക്കുകയുണ്ടായി. നിങ്ങൾ വാർത്തയിലൊക്കെ കണ്ടില്ലേ? കണ്ടു. കുട്ടി അമ്പഴങ്ങ കഴിച്ചതാണ്. കുട്ടി അമ്പഴങ്ങ കഴിച്ചു എന്നുള്ളൊരു ഇതാണ് കിട്ടിയിരിക്കുന്നത് അല്ലെ? അതായത് കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് എന്ത് പറയാ, കുട്ടികൾക്ക് അവയർനെസ് കൊടുക്കുക. അതായത് വഴിയിൽ കിടക്കുന്നതോ അല്ലെങ്കിൽ ചാമ്പക്ക, ലൂപിക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും, കുട്ടികൾ കൊണ്ടുവരും അല്ലെ? സ്കൂളിലും മറ്റും കൂട്ടുകാർ എന്ത് ചെയ്യും, കുഞ്ഞുങ്ങളുടെ അടുത്ത് കൊണ്ടുവരും. ഇത് കഴിക്കാനായിട്ട് പറയും. അപ്പോ ദയവ് ചെയ്ത് എന്ത് ചെയ്യുക, ഇപ്പോഴത്തെ ഒരു സീസണിൽ എന്ത് ചെയ്യുക, അത് കഴിക്കാനായിട്ട് കുഞ്ഞുങ്ങളെ അനുവദിക്കരുത്. കുഞ്ഞുങ്ങളെ പ്രത്യേകം പറഞ്ഞ് പഠിപ്പിക്കുക കഴിക്കരുതെന്ന്. അത് ഈ ഒരു ജൂൺ ജൂലൈ സീസൺ എന്ന് പറയുന്നത് ആ വവ്വാലുകളുടെ പ്രജനന കാലഘട്ടമാണ്. ആ ഒരു സീസണിലാണ് ഈ വൈറസുകൾ വ്യാപിക്കുന്നത്.
അപ്പൊ ആ ഒരു സമയത്ത് ഈ ഒരു ടൈമിൽ തന്നെയാണ് നമുക്ക് 2017, 18 അതുപോലെ 2021 നിപ്പ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ജൂൺ ജൂലൈ കാലഘട്ടത്തിലാണ്. അപ്പോ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ഏത് സമയത്തായാലും കുഞ്ഞുങ്ങളോട് അവരോട് പറഞ്ഞു കൊടുക്കുക, വഴിയിൽ കിടക്കുന്നതോ അല്ലെങ്കിൽ എന്താ പറയാ മരത്തിൽ നിന്ന് പൊട്ടിച്ചെടുക്കുന്നതോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിക്കാതെ ശ്രദ്ധിക്കാനായിട്ട് പറയാം. അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കരുത്. നമ്മളിപ്പോ കടയിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിലും നല്ല വൃത്തിയിൽ എന്ത് ചെയ്യുക, അത് കഴുകിയിട്ട് എന്ത് ചെയ്യുക, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക, ഫ്രൂട്ട്സ് ആയാലും കേട്ടോ. എന്നിട്ട് ഒരു കാര്യം നിങ്ങളോട് പ്രത്യേകം പറയണം എന്ന് വിചാരിച്ചാണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ മുരിങ്ങയിലെ പറ്റിയിട്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങള്? മുരിങ്ങയുടെ കാര്യം ആര്യലക്ഷ്മി പറഞ്ഞോളൂ. ഈ മുരിങ്ങയിലയുടെ കാര്യം ഞങ്ങളുടെ ടീച്ചർ പണ്ട് പറഞ്ഞേ, ഈ ആ. മഴയുള്ള സമയത്ത്, അതായത് മഴ കർക്കിടകത്തിൽ മഴ കൂടുതലാണല്ലോ. അപ്പൊ മഴ കൂടുതലുള്ള സമയത്ത് മുരിങ്ങയില് നാച്ചുറലായിട്ട് സൈനൈഡ് കൂടുതലായിട്ടുണ്ടാകുമെന്ന്. സൈനൈഡിന്റെ അംശം നാച്ചുറലായിട്ട് അതിൽ ആ സമയത്ത് കൂടുതലുണ്ടാകും. അതുകൊണ്ടാണ് ഈ കർക്കിടകത്തിൽ കഴിക്കലെന്ന് പറഞ്ഞത്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ റെയിനി സീസൺസിൽ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതാ പറയുന്നത്. അതാണ് പറയുന്നത്. അങ്ങനെയുള്ള അംശം ഉണ്ടാവും. അത് നമുക്ക് നാച്ചുറലായിട്ട് അതിന്റെ ഇത് കൂടുന്നു. അല്ലെ, മണ്ണിൽ നിന്ന് വേരിലേക്ക് നേരെ ഡയറക്റ്റ് ആയിട്ട് വലിച്ചെടുക്കുന്നതല്ലേ അത്? അതെ അതെ അതെ. ഓക്കെ. ആ മഴ കൂടുതലുള്ളത് കൊണ്ട് അത് നാച്ചുറലായിട്ട് എന്തോ പോകാതിരിക്കുകയും അതിൽ ഇലയിൽ കൂടുതൽ തങ്ങി നിൽക്കുകയും ചെയ്യും ആ സമയത്ത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അല്ലേ? അപ്പൊ നിങ്ങളിപ്പോ വീട്ടിൽ ഉപയോഗിക്കുന്ന വെജിറ്റബിൾസ് ആയിക്കോട്ടെ, അത് ഇപ്പൊ ലീഫി വെജിറ്റബിൾസ് ആയിക്കോട്ടെ, അല്ലാത്തതായിക്കോട്ടെ, കടയിൽ നിന്ന് മേടിക്കുന്നതായിക്കോട്ടെ, എല്ലാനും എന്ത് ചെയ്യുക, നന്നായിട്ട് വൃത്തിയായി കഴുകിയതിനു ശേഷം നന്നായിട്ട് വേവിച്ചിട്ട് മാത്രം ഉപയോഗിക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്തതൊരെണ്ണം പറയാനുള്ളത് അയണിനെ കുറിച്ചിട്ടാണ്. അയൺ നമ്മുടെ ശരീരത്തിലെ രക്താണുക്കൾക്ക് ഇരുമ്പിന്റെ സാന്നിധ്യം കാരണമാണ് ഓക്സിജൻ വഹിക്കാൻ കഴിയുന്നത്. അയൺ എന്ന് പറയുന്നത് നമുക്കറിയാലേ, ഇരുമ്പാണ്. ഇരുമ്പിന്റെ സാന്നിധ്യം കൊണ്ടാണ് നമുക്ക് നമ്മുടെ ശരീരത്തിലെ രക്താണുക്കൾക്ക് ഓക്സിജൻ വഹിക്കാനായിട്ട്, നമ്മുടെ ശരീരത്തിലെ മൊത്തമായിട്ട് ഓക്സിജൻ പാസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ഈ അയേണിന്റെ കണ്ടന്റ് ആണ്. അയൺ കണ്ടന്റ് ആയിട്ടുള്ള ഫുഡ്സ് ഏതൊക്കെയാ? അയൺ കണ്ടന്റ് ആയിട്ടുള്ള നെല്ലിക്ക എന്താ ഒരാള് പറയും? ബീഫ്, ശർക്കര, പിന്നെ ഈന്തപ്പഴം, നെല്ലിക്ക. ഓക്കെ. തന്നെയുണ്ട് ഇരുമ്പമ്പുളി മാം. ചീര. അമരാന്തസ് ഉണ്ട്, മീറ്റ് ഉണ്ട് കേട്ടോ, റെഡ് മീറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ക്യാബേജിലുണ്ട് കേട്ടോ, ക്യാബേജിലുണ്ട്. പിന്നെ ബീൻസ്. പറഞ്ഞോ. ബ്രോക്കോളി. പിന്നെ ഏതിലൊക്കെയാ ഉള്ളത് അയൺ? മുരിങ്ങയില തന്നെ ഇരുമ്പിന്റെ തന്നെ ഉണ്ട്. ഏതാ? സോയാബീൻസ് ഇല്ലേ? സോയാബീനിലുണ്ട്. ഓക്കെ, സോയാബീനിലുണ്ട്. പിന്നെ റാഗിയിലുണ്ടോ? റാഗിയിലുണ്ട് കേട്ടോ, റാഗിയിലുണ്ട്. അയൺ ഉണ്ട്, റാഗിയിലുണ്ട്. അയൺ റിച്ച് ആണ് റാഗി. പിന്നെ ഗർഭിണികളില് പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിന് സാധാരണയായിട്ട് എന്ത് ടാബ്ലറ്റാ കൊടുക്കുന്നത്? ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡ് കേട്ടോ, അയൺ റിച്ച് ആണ് കേട്ടോ, ഫോളിക് ആസിഡ്. ഏത് വിറ്റാമിൻ ആയത്? വൈറ്റമിൻ ഏതാ? B9 ആണ് കേട്ടോ, വൈറ്റമിൻ B9 ആണ് ഫോളിക് ആസിഡ്. ഓക്കെ, വൈറ്റമിൻ B9. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട്, അതായത് വൈറ്റമിൻസിന്റെ കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് പറയാനുള്ളത്. പിന്നെ നമ്മള് കൂടുതലായിട്ട് ഇതിനകത്ത് പറയുന്നത് കുട്ടികളുടെ ഭക്ഷണക്രമമാണ്. അതായത് കുട്ടികൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ 5-6 തവണകളായിട്ട്, അതായത് ചെറിയ ചെറിയ ഇന്റർവെല്ലുകൾ എടുത്തിട്ട് വേണം കുട്ടികൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കാനായിട്ട്.
ഒരുമിച്ച് അവരുടെ വായിൽ കുത്തിത്തിരികെ കയറ്റി കൊടുക്കരുത്. അത് അവര് കഴിക്കില്ല, അത് തുപ്പിക്കളയേ ചെയ്യുള്ളൂ, കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ കേട്ടോ. അപ്പൊ എന്ത് ചെയ്യണം? അവരെ നല്ല സ്നേഹത്തോടെ എടുത്തിട്ട് എന്ത് ചെയ്യണം? കുറേശ്ശെയായിട്ട് ഡിഫറെന്റ് ടൈമിൽ, അതായത് ഇന്റർവെല്ലുകൾ എടുത്തതിന് ശേഷം എന്ത് ചെയ്യണം? കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ. അതുപോലെ തന്നെ ഈ 5-6 ടൈമില്, അതായത് ഇന്റർവെൽ എടുത്ത് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഭക്ഷണങ്ങൾ കൊടുക്കുമ്പോൾ അത് കൊടുക്കേണ്ടത് സമീകൃതമായിട്ടുള്ള ആഹാരമാണ്. അതായത് എല്ലാ കണ്ടന്റുകളും, ഇപ്പൊ ഫൈബർ ആയിക്കോട്ടെ, വൈറ്റമിൻസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ എല്ലാ കണ്ടന്റുകളും, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണക്രമമായിരിക്കണം കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ സമീകൃത ആഹാരം വെറൈറ്റി ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ എന്താണ്? കുഞ്ഞുങ്ങളത് കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങളത് ഫോളോ ചെയ്യാറുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് നിങ്ങൾ എങ്ങനെയാണ് കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ആഹാരം എത്തിക്കുന്നത്? എന്തൊക്കെ സ്റ്റെപ്പാണ് യൂസ് ചെയ്യുന്നത്? എന്തൊക്കെ മെത്തേഡുകളാണ്? ഓരോരുത്തരായിട്ടൊന്ന് പറഞ്ഞേ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലീഫി വെജിറ്റബിൾസ് കഴിക്കാത്ത കുഞ്ഞുങ്ങൾ ഉണ്ടാവും. ആ കുഞ്ഞുങ്ങൾക്ക് എന്താ പറയുക, ഇപ്പൊ നേരത്തെ സിജി പറഞ്ഞു, മുരിങ്ങയില ഉണക്കി പൊടിച്ച് അത് കറികളിൽ എന്ത് ചെയ്യുന്നു? ഒരു സ്പൂണൊക്കെ ഇട്ട് എന്ത് ചെയ്യുന്നു? കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് അത് എത്തിക്കുന്നു അല്ലെ? അതുപോലെ നിങ്ങൾ എന്തെങ്കിലും മാർഗങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ? ഫ്രൈഡ് റൈസ് ഇല്ലേ, പച്ചക്കറിയും കൂടിയിട്ട് സെറ്റ് ചെയ്തിട്ട് ഇപ്പം ഒരുവിധം ചീവി കുഞ്ഞാക്കി ഇടും. അപ്പൊ അതിൽ മുട്ട അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇട്ടിട്ട് ഒരുവിധം പറ്റാവുന്ന പച്ചക്കറി എല്ലാം ഇട്ടിട്ട് റൈസ് കുറച്ചിട്ടിട്ട് ഇത് കൂട്ടിയിട്ട് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പം ഇവര് പ്രീമച്ചർ ആയിരുന്നോണ്ട് ഫുഡിനൊരു ഡയറ്റ് പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത് കൊടുക്കണം, മീറ്റ് അങ്ങനെയൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവർക്ക് ഈ ബീഫൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒക്കെ കുക്കറിൽ അടിക്കുമ്പോൾ ചോറാണെങ്കിലും അതിലിട്ട് സെറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ഒരു ഇറച്ചിച്ചോറ് പോലെ സെറ്റ് ചെയ്യും. കുറച്ച് എരിവൊക്കെ കുറച്ചൊരു സൂപ്പ് പോലെ ടൈപ്പ് ഉണ്ടല്ലോ, അങ്ങനെ ആക്കിയിട്ട് അതിൽ സെറ്റ് ചെയ്യും. അപ്പൊ അവർക്ക് കഴിക്കാൻ നല്ല ഇഷ്ടമാണ്, അവർ കഴിക്കും. അതിങ്ങനെ മാറി മാറി നമ്മൾ പല ടൈപ്പിൽ, ചിക്കൻ ആണെങ്കിലും അതുപോലെ തന്നെ ഈ നമ്മൾ ഇത് ഉണ്ടാക്കില്ലേ, സൂപ്പ് ഉണ്ടാക്കില്ലേ, ഈ ക്യാരറ്റും അതെല്ലാവരും വലുതാക്കിയിട്ടല്ലേ ഉണ്ടാക്കുക. ഞാൻ കുഞ്ഞാക്കി അരിഞ്ഞിട്ട് ഈ ബീഫ് എല്ലാം സെറ്റ് ചെയ്യുമ്പോൾ അതിലിട്ട് കൊടുക്കും. അപ്പൊ അവർക്ക് കഴിക്കാൻ ഇഷ്ടമാണ്. ചിക്കൻ, ബീഫ് അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടല്ലോ, അതിലൊരു സൂപ്പ് പോലെ കുടിക്കുകയും ചെയ്യാം, എന്നാൽ കടിച്ച് കഴിക്കുകയും ചെയ്യാം. അതുപോലെ കൊടുക്കും, അവർക്ക് ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. അതുപോലെ നമ്മൾ ഈ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കില്ലേ, അപ്പൊ അതുപോലെ കുഞ്ഞു പീസായിട്ട് റോൾ ചെയ്തിട്ട് ഇതുപോലെ ചെയ്യില്ലേ നമ്മൾ, അതുപോലെ ചെയ്തിട്ട് ചിക്കൻ പീസൊക്കെ ആക്കിയിട്ട് കൊടുത്താലും അവർക്ക് ഇഷ്ടമാണ്. അത് വെറൈറ്റി പോലെയാണല്ലോ കാണാനായിട്ട്, അപ്പോഴും അവർ കഴിക്കും. ഇത്തിരി പെപ്പറൊക്കെ ഇട്ടിട്ട് ഇവര് പിന്നെ എരിവ് കഴിക്കും, അതുകൊണ്ട് പിന്നെ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ. ഇനി വേറെ എന്തെങ്കിലും മെത്തേഡുകൾ യൂസ് ചെയ്യുന്നവരുണ്ടോ? എങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ഭക്ഷണം? മാം, ഞാൻ ഈ ബീട്രൂട്ട് കൊടുക്കാറുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ബീട്രൂട്ട് മുട്ടയും കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കാറുള്ളത്, ബീട്രൂട്ട് അകത്ത് എത്തിക്കാനായിട്ട്. പിന്നെ ഈ ക്യാബേജും ക്യാരറ്റും ഒക്കെ ഞാൻ നല്ലോണം സ്ക്രേപ്പ് ചെയ്തിട്ട് തീരെ നൈസായിട്ട്, നമ്മുടെ ഇഞ്ചിയൊക്കെ സ്ക്രേപ്പ് ചെയ്യുന്ന ഒരു സ്ക്രേപ്പർ ഉണ്ട്, അതിൽ അപ്പൊ തീരെ നൈസായിട്ട് സ്ക്രേപ്പ് ചെയ്യും. എന്നിട്ട് അതിനകത്തോട്ട് തൈര്, പിന്നെ ഉപ്പ്, കുരുമുളക് പൊടി, കുറച്ച് പഞ്ചസാര ഇങ്ങനെയൊക്കെ ആഡ് ചെയ്തിട്ട് ശരിക്കും ഒരു കോൾസ്ലോ പോലെ ആക്കിയിട്ട്, ശരിക്കും അവര് മയണീസ് ഒക്കെ ആഡ് ചെയ്യണമെന്ന് പറയും. അപ്പൊ ഞാൻ ഒരു തവണ ചെയ്തു എന്നുണ്ടെങ്കിലും പിന്നെ ഈ മയണീസിന്റെ പ്രശ്നമൊക്കെ കേട്ടപ്പോൾ ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ ഞാന് വെറുതെ ഇത് മാത്രം ആഡ് ചെയ്തിട്ട് ബ്രെഡിന്റെ ഉള്ളിൽ വെച്ചിട്ട് ബ്രെഡ് ഒന്ന് ചൂടാക്കിയിട്ട് സ്റ്റഫ് ചെയ്തിട്ട് കൊടുക്കും. അപ്പൊ ടേസ്റ്റ് ആണ്, അവരതങ്ങ് കഴിക്കുന്നുണ്ട്. അങ്ങനെ തൈരിന്റെ പുളി, ക്യാരറ്റിന്റെ മധുരം, കുരുമുളക് പൊടി എല്ലാം കൂടി വരുമ്പോ, കുഞ്ഞാണ്, മോൻ 3 വയസ്സുള്ള, അവൻ 3.5 വയസ്സായി. അവനപ്പോ അത് കഴിക്കുന്നുണ്ട്. അവന് എരിവാണെങ്കിലും അവനത് പ്രശ്നമില്ല. ഞാൻ എന്ത് കറിയാണെങ്കിലും നമ്മൾ ചെറിയൊരു എരിവിട്ട് കൊടുക്കും, എന്നാൽ ഓവർ എരിവിടില്ല, അവർക്ക് കഴിക്കാൻ പാകത്തിനുള്ള എരിവിട്ട് കൊടുക്കും. അങ്ങനെ കൊടുക്കാറുണ്ട്. ഓക്കെ. മാം, ഞാൻ എൻ്റെ കുഞ്ഞിന് കൊച്ചിലെ കൊടുത്തതാണ്. അവൻ കുട്ടിയിലെ ആയിരുന്നപ്പം കടല അങ്ങനെയുള്ള പരിപ്പ് വർഗ്ഗങ്ങളൊന്നും കഴിക്കത്തില്ലായിരുന്നു. അപ്പോഴത്തേക്ക് ദോശ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഞാൻ അതിന്റെ കൂട്ടത്തിൽ കടലയും ഈ പയറ്, തോരൻ പരിപ്പ്, എല്ലാ സാധനങ്ങളും ഒരുവിധം എല്ലാ പരിപ്പുകളും ചേർത്തുകൊണ്ട് അരയ്ക്കും.
അത് ദോശ ചുട്ട് പിറ്റേന്ന് രാവിലെ ദോശ ചുട്ട് കൊടുക്കും. അപ്പൊ അത് നൈസായിട്ട് ചുട്ട് നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ അവർ കഴിക്കുകയും ചെയ്യും. അങ്ങനെയാണ് കൊച്ചിലെ ഞാൻ കൊടുത്തിരുന്നത്. ഇപ്പം കടലയൊക്കെ കഴിക്കാറുണ്ട്. ഇപ്പം പ്രശ്നമില്ല. എല്ലാരും തലേ ദിവസം രാത്രി കുതിർത്ത് വെക്കും അല്ലെ? അല്ല, രാവിലെ കുതിർത്ത് നമ്മൾ വൈകിട്ട് അരയ്ക്കത്തില്ല. അത് കണക്ക് അരച്ച് വെച്ചിട്ട് രാവിലെ ഇത് സാധാ ദോശ ഇടും. പക്ഷെ കട്ടി കൂട്ടത്തില്ല. വളരെ നൈസ് ദോശയാക്കി കൊടുക്കും. രുചി വ്യത്യാസമൊന്നും വരില്ല കുട്ടിക്ക്? രുചി അല്ല, വ്യത്യാസം ഉണ്ട്. അറിയുന്നില്ലായിരുന്നു. എന്താണ്? ഇങ്ങനെ ഞാനും പരീക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. ജിഷ പറഞ്ഞ പോലെ തന്നെ എന്റെ കുഞ്ഞുങ്ങൾക്കും ഈ പരിപ്പ് ഇതൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര മടിയാണ്. അവസാനം ഇതെല്ലാം കൂടി ഞാനും ഇങ്ങനെ അരച്ചിട്ട് ചുട്ട് കൊടുക്കും. അപ്പൊ കഴിച്ചോളും. ഇത് നമ്മൾക്കും ഇത് ഈ ഒരു രീതി ചെയ്യാട്ടോ. അതായത് ഡയറ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് വെയിറ്റ് ഒക്കെ പെട്ടെന്ന് കുറയാനായിട്ട് ഈ ഒരു പരിപ്പ്, കടല, ചെറുപയറ്, ഉഴുന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ദോശ ബാറ്റർ, അതായത് അരിയല്ല നമ്മൾ കൂടുതൽ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഈ ഒരു പ്രോട്ടീൻ അരിയും ചേർത്ത് കൊടുക്കുന്നല്ലേ? ഫുഡ് കൊടുത്തു തുടങ്ങുന്ന നമ്മള് ചോറായിട്ട് ഇങ്ങനെ അരച്ചൊക്കെ കൊടുക്കുന്ന ഒരു ടൈമില്ലേ, ആ ടൈമിൽ അതങ്ങനെ അരച്ചു കൊടുക്കാതെ കുക്കറിൽ നന്നായിട്ട് വേവിക്കുമ്പോ ഈ ചെറുപയറും വേവിക്കുക. എന്നിട്ട് ഒരു ചെറിയത് ഒരിത്തിരി നെയ്യ് ഒഴിച്ച് പപ്പടവും കൂട്ടിയിട്ട് അങ്ങനെയൊക്കെ കൊടുക്കുമായിരുന്നു ഞങ്ങള് കുട്ടികൾക്ക്. യെസ് മാം. അത് നമ്മളെപ്പോഴും പറയുന്നുണ്ട്, കൊച്ചു കുട്ടികൾക്ക് നമ്മൾ ഫുഡ് കൊടുക്കുമ്പോ ഒരിക്കലും നമ്മൾ അരച്ചു കൊടുക്കാൻ പാടില്ല എന്ന്. കാരണം അവര് ശരിക്കും ചൂ ചെയ്ത് പഠിക്കട്ടെ എന്നാണ് പറയാ. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മള് നെയ്യും ഇതൊക്കെ ചോറ് നന്നായി അങ്ങ് വേവിച്ചിട്ട് നെയ്യൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് ശരിക്കും ആ നമ്മൾ കൊടുക്കുന്നതാണ് അവർ ടേസ്റ്റ് പഠിച്ചു വരുന്നത്. അല്ലാതെ അവർക്ക് ടേസ്റ്റ് ഒന്നും അറിയുന്നില്ല. അവർ കഴിച്ചാണ് ഗ്രാജുവലി അവരുടെ ടേസ്റ്റ് ബഡ്സ് ഇമ്പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ നമ്മളാണ് അവർക്ക് ടീച്ചേഴ്സ്. നമ്മള് എന്ത് കൊടുക്കുന്നു അത് അവര് കഴിച്ച്, പിന്നെ അവർക്ക് നമ്മളിപ്പോ പഞ്ചസാര ആണെങ്കിൽ ഞാൻ 3 വയസ്സ് വരെ എന്റെ മോന് ഞാൻ ഷുഗർ കൊടുത്തിട്ടില്ല. വെറുതെ പാലാണ് അവൻ കുടിക്കുക. അപ്പൊ എന്റെ മമ്മിയൊക്കെ ചിലപ്പോ വരുമ്പോ അവർക്ക് ഡൗട്ടാണ് ഷുഗർ ഇടുമെന്ന്. ഇപ്പൊ ഞാൻ പറയും മധുരം വേണ്ടേ വേണ്ട, അവന് വെറുതെ പാല് ചെറു ചൂടിൽ കൊടുത്ത് അവൻ കുടിച്ചോളും. അപ്പൊ ഞാൻ പറയും നമ്മളാണ് അവരെ ഈ വൈറ്റ് ഷുഗർ ഒക്കെ കഴിക്കാനായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നത്. അത് ശരിക്കും പോയിസനാണ് ശരിക്കും ഫീഡ് ചെയ്യുന്നത് നമ്മള്. അത് നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മളത് അവോയ്ഡ് ചെയ്താൽ അത്രയും നല്ലത് കുട്ടികൾക്ക്. ശരിയാണ്, സിജി പറഞ്ഞ ശരിയാണ്. നമ്മളാണ് കുഞ്ഞുങ്ങളെ ഓരോന്ന് പറഞ്ഞ് അല്ലെങ്കിൽ കൊടുത്ത് ശീലിപ്പിച്ച് അവരെ ചീത്തയാക്കി വെച്ചിരിക്കുന്നത്. ചെറുപ്പത്തിൽ എന്താണോ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നത്, ഇപ്പൊ ചെറുപ്പത്തിൽ ചില കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യില്ല, അതായത് ഈ ഒരു വെജിറ്റബിൾസും പയറുവർഗ്ഗങ്ങളൊന്നും കഴിച്ചെന്നൊന്നും വരില്ല. അത് നമ്മൾ ആ ഒരു സമയത്ത്, അതായത് അവർ ആ വളരുന്ന ഒരു സ്റ്റേജിൽ നമ്മൾ കൊടുക്കാത്തത് കൊണ്ടാണ് അത് അവർ വലുതാകുമ്പോഴും എന്ത് ചെയ്യാത്തത്, അത് കഴിക്കാത്തത്. ആ ടേസ്റ്റ് ഇപ്പോ കൂടുതൽ കുഞ്ഞുങ്ങൾ ഇപ്പോ ബീഫ്, അതുപോലെ ചിക്കൻ, മീൻ ഇത് മാത്രം കഴിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാല് അവർക്ക് ചെറുപ്പത്തിലെ എന്ത് ഫുഡാണ്, അതായത് ആ മീനും അതുപോലെ ബീഫ് ഐറ്റംസ്, ചിക്കന്റെ ഐറ്റംസ് ഒക്കെയാണ് കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരുന്നത്. ആ കുഞ്ഞ് വലുതാകുമ്പോഴും എന്താണ്, ആ ടേസ്റ്റ് നാവിന്ന് പോകുന്നുണ്ടാവില്ല. വെജിറ്റബിൾസിന്റെ ഒക്കെ ടേസ്റ്റ് കുഞ്ഞിനെ പിടിക്കുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ കൂടുതലും നോൺ വെജ് ആണ് എപ്പോഴും പ്രിഫർ കഴിക്കുന്നത് കേട്ടോ. അപ്പോ ഇപ്പോഴേ തന്നെ ശ്രദ്ധിക്കുക, അതായത് ഇനി ഭാവിയിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ പോകുന്നവർ കൂട്ടത്തിൽ ഉണ്ടാകാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറുപ്പത്തിലെ കുഞ്ഞിലേ തുടങ്ങി കുഞ്ഞുങ്ങൾക്ക് വെജിറ്റബിൾസ് അതുപോലെ പയറുവർഗ്ഗങ്ങളൊക്കെ കൊടുത്ത് ശീലിപ്പിക്കുക. ഓക്കെ, എപ്പോഴും മീനും കാര്യങ്ങളൊക്കെ വല്ലപ്പോഴൊക്കെ കൊടുക്കാനായിട്ട്, അത് കൊടുക്കണ്ടെന്നല്ല പറയുന്നത്, കൂടുതലും അവരിലേക്ക് ഇങ്ങനെയുള്ള വെജിറ്റബിൾസ് ആയാലും പയറുവർഗ്ഗങ്ങളായാലും എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കുഞ്ഞൊരിക്കലും വേണ്ട എന്ന് പറയരുത്. അത് കാണുമ്പോൾ കുഞ്ഞു ഭക്ഷണം വേണ്ട എന്ന് പറയിപ്പിക്കാനായിട്ട് പാടില്ല. അതിന് നിങ്ങൾ തന്നെയാണ് ശ്രമിക്കേണ്ടത് കേട്ടോ. പിന്നെ മിസ്സേ ചില ടൈമില് ടേസ്റ്റില് എന്ത് വെറൈറ്റി നമ്മൾ നോക്കിയാൽ ഇറ്റങ്ങൾ ചിലപ്പോൾ തിന്നാൻ കൂട്ടാക്കില്ല. അപ്പൊ ഷേപ്പില് ദോശ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, ഇങ്ങനെ മിക്കി മൗസിന്റെ തല പോയി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ദോശച്ചട്ടിയിലിട്ട് നമ്മുടെ ഇതിലൊക്കെ കാണിച്ച് ആദ്യം ചെവി നുള്ളി തിന്നാൻ പറയും, പിന്നെ മൂക്ക് നുള്ളി തിന്നാൻ പറയും. അങ്ങനെയൊക്കെ ഓരോ ട്രിക്കൊക്കെ കാണിക്കുമ്പോൾ തിന്നാറുണ്ട്. നമ്മൾ ടേസ്റ്റിൽ എന്ത് കാണിച്ചാലും ഇത് തിന്നാൻ കൂട്ടാക്കാത്തൊരു സമയം ഉണ്ടായിരുന്നു മോനൊക്കെ. അപ്പൊ അങ്ങനെ പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ തിന്നുമായിരുന്നു. ഓക്കെ. അതായത് പല കാര്യങ്ങളും ഇപ്പൊ എന്താ പറയാ, ദോശ മാവ് കൊണ്ട് ആനയെ ഉണ്ടാക്കുക, കോഴിക്കുഞ്ഞിനെ ഉണ്ടാക്കുക, മിക്കി മൗസിനെ ഉണ്ടാക്കുക, അങ്ങനെ പല സ്ട്രക്ചറില് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് അത് എന്താ പറയാ ഇഷ്ടപ്പെടും. ഞാൻ ഈ അടുത്തൊരു യൂട്യൂബിൽ കണ്ടതാണ്, ഒരു അമ്മ കുഞ്ഞിന്
ഭക്ഷണം കൊടുക്കുന്നതാണ്. അതായത് ദോശ കുഞ്ഞിന് ചുട്ടു വെച്ചപ്പോ, അതായത് ദോശ നമ്മുടെ നാടൻ ദോശ ഉണ്ടല്ലോ, അത് കുഞ്ഞിന് കൊടുത്തു, ചമ്മന്തിയും കൊടുത്തു. അപ്പൊ കുഞ്ഞ് വേണ്ട എന്ന് പറഞ്ഞു, എനിക്ക് വേണ്ട, ഞാൻ കഴിക്കില്ലെന്ന് പറഞ്ഞു. ഈ അമ്മ എന്ത് ചെയ്തു, നേരെ ആ ദോശ ബാറ്റർ അടുക്കളയിട്ട് കൊണ്ടുവച്ചു. എന്നിട്ട് അതിനകത്ത് ചോക്ലേറ്റ് മിക്സ് ചെയ്തു. അതിനുശേഷം കുഞ്ഞ് അതായത് ചെറിയ റൗണ്ട് എന്തുണ്ടാക്കി, ദോശകൾ ഉണ്ടാക്കി. അതിനുശേഷം മുട്ട മിക്സ് ചെയ്തിട്ട് വേറെന്തൊരു സംഭവം ഉണ്ടാക്കി. എന്നിട്ട് ഇതെല്ലാരും കൂടി ഒരു ആനക്കുട്ടിയുടെ രൂപത്തിലാക്കി. എന്നിട്ട് കുഞ്ഞിന് കൊണ്ടു കൊടുത്തു. കുഞ്ഞപ്പത് ഓരോന്ന് ആനയുടെ കൊമ്പാണ്, ആനയുടെ പല്ലാണെന്നും പറഞ്ഞെന്താണ് വേഗം പെറുക്കി കഴിച്ചു. അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുന്ന അമ്മമാരുണ്ട് കേട്ടോ. അപ്പൊ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുന്ന അമ്മമാരാണെങ്കിൽ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും, പെട്ടെന്ന് കഴിക്കും. കാരണം അവർക്ക് ഭയങ്കര കൗതുകമാണ്. അവർക്ക് ആ സാധനം എന്താണെന്നല്ല നോക്കുന്നത്, ആ ഒരു ഘടന എന്താണ് അവർക്ക് ഇഷ്ടപ്പെടുന്ന, ആനക്കുട്ടിയാണോ അല്ലെങ്കിൽ പൂച്ചക്കുട്ടിയാണോ പട്ടിക്കുട്ടിയാണോ ഇരിക്കുന്നത്, അതിനെന്താണ് വേഗം തിന്നാം എന്നുള്ള ആ ഒരു ചിന്തയാണ് അവർക്ക് വരുന്നത്. അതുകൊണ്ട് അവർ പെട്ടെന്ന് എന്ത് ചെയ്യും, ആ പ്ലേറ്റ് കാലിയാക്കാനായിട്ട് ശ്രമിക്കും. ഓക്കെ, ഇനി പ്രീ സ്കൂളിൽ വെച്ച് തന്നെ നമുക്ക് കുട്ടികളുടെ ഫുഡ് പ്ലാൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് പ്രീ KG, അതായത് KG തലത്തിൽ ഇപ്പൊ 3, 4 വയസ്സ്, 2, 3, 4 വയസ്സുള്ള കുട്ടികൾ ആ ഒരു പ്രായത്തിൽ തന്നെ നമുക്ക് അവരുടെ ഫുഡ് പ്ലാൻ അതായത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ വെജിറ്റബിൾസ് ഒക്കെ എന്താണ് കൂടുതലായിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നേരത്തെ പറഞ്ഞു, വെജിറ്റബിൾസ് തിന്നാത്ത അല്ലെങ്കിൽ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ മിക്സഡ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഓക്കെ, അതായത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കുട്ടി എന്താ പറയാ, പച്ചക്കറികള് കുനുകുന കട്ട് ചെയ്തിട്ട് ഫ്രൈഡ് റൈസ് അതിനകത്ത് മുട്ടയൊക്കെ ഇട്ട് എന്താ പറയാ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. അപ്പൊ അവര് ആ ഒരു ടേസ്റ്റിൽ എന്ത് ചെയ്യും, അത് തിന്നോളും. അതുപോലെ തന്നെ ഫ്രൂട്ടിന്റെ ക്രീം ഉണ്ടാക്കി കൊടുക്കാം. പല ഫ്രൂട്ട്സുകൾ മിക്സ് ചെയ്ത് ക്രീമൊക്കെ ആഡ് ചെയ്ത് എന്ത് ചെയ്യാം, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ സ്വീറ്റ് കണ്ടെയ്നിങ് ഫുഡ്സ് ആയിട്ടുള്ള, അതായത് കുറച്ചൊക്കെ സ്വീറ്റ്സ് ഒക്കെ നമ്മൾക്ക് ആഡ് ചെയ്തിട്ട്, ഇപ്പോ ക്യാരറ്റ് കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ സ്വീറ്റ് ഒക്കെ ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ലസ്സി ഉണ്ടാക്കാം, മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം. ഇതൊക്കെ എന്താ പറയാ, പല കാര്യങ്ങളും നമ്മൾ, അതായത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കണ്ടന്റ് അകത്തെത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി ഭക്ഷണങ്ങൾ കുട്ടികൾക്കായി കൊടുക്കാൻ എന്ത് ചെയ്യാം, അധ്യാപകർക്ക് എന്താ പറയാ കൂടുതൽ ഗൈഡൻസ് കൊടുക്കുക. അതായത് ഇന്ന ഭക്ഷണങ്ങളാണ് കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കേണ്ടതെന്ന് അധ്യാപകർ എന്ത് ചെയ്യണം, മാതാപിതാക്കളോട് പറയണം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് മുളപ്പിച്ച പയറുവർഗ്ഗങ്ങള് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളത്. നിങ്ങൾ കൊടുക്കാറുണ്ടോ അങ്ങനെ മുളപ്പിച്ച പയറുവർഗ്ഗങ്ങള്? കൊടുക്കാറുണ്ട് കൊടുക്കുന്നേ അത് അങ്ങനെ തന്നെ കുട്ടികൾ കഴിക്കുമോ മുളപ്പിച്ചത്, അല്ലെങ്കിൽ അത് നാളെ ഞാൻ അതിന്റെ ഒരു റെസിപ്പി കണ്ടതാണ്, ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. മുളപ്പിച്ച പയറ് പറഞ്ഞോളൂ ഇപ്പൊ ഓക്കെ, മുളപ്പിച്ച പയർ ഞാൻ റെസിപ്പി കണ്ടിട്ടുണ്ട്, ഞാൻ പക്ഷെ ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ ട്രൈ ചെയ്യണത് മുളപ്പിച്ച പയറ് നമ്മള് എടുത്തിട്ട് നമ്മളൊരു ഓയിലില് ഉള്ളിയും ഇതൊക്കെ വാട്ടിയിട്ട് അത് ഇതിനകത്ത് ആഡ് ചെയ്ത് നന്നായി കുഴച്ച് ഉപ്പും ചെറുതായിട്ട് കോൺഫ്ലവറും കൂടി ആഡ് ചെയ്തിട്ട് റോളാക്കി കട്ട്ലേറ്റിന്റെ ഷേപ്പിലാക്കുക. എന്നിട്ട് നമ്മള് വെറുതെ ചട്ടിയിൽ കുറച്ച് ലൈറ്റ് ഓയിലാണ്, നമുക്ക് ഡീപ് ഫ്രൈ അല്ല, ഇതിങ്ങനെ ചെറുതായിട്ടൊന്നും ഇങ്ങനെ ചുടുന്ന പോലെ ആക്കിയിട്ട് പരിപ്പുവടയുടെ പോലെ ആക്കി കുട്ടികൾക്ക് വെച്ച് കൊടുക്കാം. അപ്പൊ അത് ടേസ്റ്റ് ഉണ്ടെന്ന് പറയണേ. അപ്പം അതിന് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ മുളപ്പിച്ച പയറൊക്കെ അവർക്ക് ശരിക്കും നല്ലതാണല്ലോ സാധാ ചെറുപയറിനെക്കാട്ടിലും. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്യാം. അപ്പൊ ഞാൻ കണ്ടതാണ്, ഇപ്പൊ 2 ദിവസം മുന്നേ കണ്ടതാണ് അത്. അതെ, എല്ലാ സാധനങ്ങളും, അതായത് ഇപ്പോ ചെറുപയർ ആയിക്കോട്ടെ, ഗ്രീൻ പീസ് ആയിക്കോട്ടെ, കടല ആയിക്കോട്ടെ, ഇതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ മുളപ്പിച്ചു കൊടുത്താൽ അതിന്റെ ന്യൂട്രീഷ്യസ് വാല്യൂ എന്ന് പറയുന്നത് കൂടുതലാണ് ഉണ്ടാവുക കേട്ടോ. സാധാരണ ഒരു പയറിനേക്കാളും അല്ലെങ്കിൽ കടലിനേക്കാളും ഇരട്ടി ന്യൂട്രീഷ്യസ് കണ്ടന്റ് മുളപ്പിച്ചതിൽ നിന്ന് നമുക്ക് കിട്ടും. ഓക്കെ മാം, ഞങ്ങള് എന്താ യോഗ ക്ലാസ്സിൽ ചേർന്നപ്പോ അവിടുത്തെ ടീച്ചേഴ്സ് പറഞ്ഞേ മുളപ്പിച്ച പയറ്, ചെറുപയറും മമ്പയറും കടല, പിന്നെ വെള്ളക്കടലല്ലേ, പൊട്ടുകടല, അതും തേങ്ങ ചിരകിയതും ശർക്കര ചിരകിയതും കൂടി കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. ഓരോരുത്തരും ഓരോ സാധനങ്ങൾ കൊടുന്നിട്ട്
അവിടുന്ന് ഒരു കുടുക്കിയിലൊക്കെ മിക്സ് ചെയ്ത് ചെറിയ ചെറിയ ബോളിൽ എല്ലാവർക്കും ആക്കി തന്നിരുന്നു. അപ്പോ ഇന്ന് ഉച്ചക്ക് ഇത് കഴിച്ചാൽ നിങ്ങള് ചോറ് കഴിക്കേണ്ട ആവശ്യമില്ല. അതിന് ചോറിന് കഴിക്കണേലേറെ കൂടുതൽ വിറ്റാമിൻ ഇതിലുണ്ട്. ഇനി രാത്രിക്ക് ഭക്ഷണം കഴിച്ചാൽ മതിയെന്ന് ആ ടീച്ചേഴ്സ് ഞങ്ങൾക്ക് പറഞ്ഞു. അപ്പൊ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇത് വേവിച്ചിട്ട് കൊടുത്തോളൂ, ശർക്കര ഇട്ട് വേവിച്ച് കൊടുക്കുക. നമ്മള് വലിയവര് കഴിക്കുമ്പോ ഇങ്ങനെ പച്ചക്ക് കഴിക്കാനാ പറഞ്ഞേ. അത്രക്കും വിറ്റാമിൻ വേറെ ഇല്ലാന്ന് പറഞ്ഞു. ഈ 4 ഐറ്റം 5 ഐറ്റം ഉണ്ടായിരുന്നു. അത് എല്ലാരും മുളപ്പിച്ചിട്ട് കൊടുന്നു. കടല, കറുത്ത കടലി, കറുത്ത കടല, വെള്ളക്കടല, മൺപയറ്, ചെറുപയറ്, പിന്നെ പൊട്ടുകടല, പിന്നെ പിന്നെ ചിരകിയതും തേങ്ങ ചിരകിയതും പാടെ ഒക്കെ മിക്സ് ചെയ്തു. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. ഞമ്മക്ക് ഒരു ബോളിൽ എല്ലാവർക്കും ഒരേ അളവിൽ തന്നു. എന്നിട്ട് ആ ടീച്ചർ പറഞ്ഞു, ഇന്ന് ഉച്ചക്ക് നിങ്ങൾ ചോറ് കഴിക്കരുതേ, ഇത് ഉണ്ടാവും നിങ്ങൾക്ക് വൈകുന്നേരം വരെ, ഇത് കഴിച്ചാൽ മതി, ചോറ് കഴിക്കില്ലേറെ നിങ്ങളെ ശരീരത്തിൽ ആവശ്യമായത് ഇത് മതി എന്ന് പറഞ്ഞു. ടീച്ചർ അങ്ങനെ കഴിക്കലുണ്ട്, ചില ദിവസം ചോറ് കഴിക്കാതെ ഇത് കഴിക്കലുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ നമ്മക്ക് അത് കഴിച്ചിട്ട് ചോറ് തിന്നാനേ നമുക്ക് പൂതിയാവും. പക്ഷെ ടീച്ചർ പറഞ്ഞ അങ്ങനെയാണ്, നിങ്ങൾ ഒരു ദിവസം ഉച്ചക്ക് ഇത് കഴിച്ചോളൂ, നല്ലതാണ്, ചോറ് കഴിക്കാതെ മാറ്റി വെച്ചോളി, രാത്രി കഴിച്ചാൽ മതി. അപ്പൊ അത്രക്കും വിറ്റാമിൻ്റെതാണെന്ന് പറഞ്ഞത്. കുട്ടികൾക്ക് കൊടുക്കുക, രാവിലെ ഇത് വേവിച്ച് കറി വെച്ച് കൊടുത്താൽ മതി. കുട്ടികൾ ഇങ്ങനെ കഴിക്കൂല. അപ്പോ രാവിലെ തലേന്ന് മുളപ്പിച്ചതന്നെ വെള്ളത്തിനെടുത്ത് വെച്ചാൽ രാവിലേക്ക് അത് മുളച്ചു വരും. അപ്പം രാവിലെ കറി വെച്ചിട്ട് കഴിക്കുക. അപ്പൊ ഇത് ഈ മുളച്ചതുകളൊക്കെ വേവുമല്ലോ. അപ്പൊ അവരൊക്കെ കടല കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇത് ഈ മുളപ്പിച്ചതൊക്കെ വേവുമ്പോ അതിൽ ആകെ ആടിയിട്ടുണ്ടാവും. അപ്പൊ കറി മാത്രം പറഞ്ഞാല് അവർക്കുള്ള വിറ്റാമിൻ അതിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു ടീച്ചർ. അങ്ങനെ കുട്ടികൾക്ക് കൊടുക്കാം, നല്ലതാണ്, ബുദ്ധി ഉണ്ടാവും, കുട്ടികൾക്ക് പഠനത്തിൽ നല്ല ഉഷാറാണെന്നൊക്കെ പറഞ്ഞു ക്ലാസ്സില്. അതുപോലെ തന്നെ ഈ ചെറുപയറ് മുളപ്പിച്ചതും അതുപോലെ തന്നെ വെള്ളക്കടല അത് മുളപ്പിക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ മുളപ്പിക്കാം, അല്ലെങ്കിൽ വെള്ളക്കടല പുഴുങ്ങിയത്, ബോയിൽ ചെയ്തത്, പിന്നെ ഒരു കുക്കുംബർ, അതുപോലെ തന്നെ ഒരു ടൊമാറ്റോ, ഒരു തക്കാളി, പിന്നെ ചെറുനാരങ്ങ, ആവശ്യത്തിന് ഉപ്പ്, ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കഴിക്കാം. ഫില്ലിംഗ് ആയിരിക്കും കേട്ടോ. ഞാൻ ചെയ്യാറുണ്ട് ഇടയ്ക്ക് കേട്ടോ. ചെറുപയർ മുളപ്പിച്ചത്, വെള്ളക്കടല വേവിച്ചത്, അതുപോലെ കുക്കുംബർ സ്ലൈസ് ചെയ്തത്, പിന്നെ ടൊമാറ്റോ, ഉപ്പ്, പിന്നെ നാരങ്ങാനീര്, അത് മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. അതുപോലെ തന്നെ പുതിനയില ഏറ്റവും ബെസ്റ്റ് ആണ് നമ്മുടെ ബോഡി, എന്താ പറയാ, നമ്മളൊന്ന് സ്ലിം ആവാനും അതുപോലെ നമ്മുടെ സ്കിൻ നല്ലോണം തിളങ്ങാനും സ്കിന്നിന് നല്ല ഗ്ലോ ഉണ്ടാവാനും വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. പുതിനയില എടുക്കാം, ഒരു 5 പീസ്, ഒരു 5 ഇല പുതിനയില എടുക്കാം. ഒരു അര കുക്കുംബർ എടുക്കാം. അതിനുശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുക്കാം. ദെൻ ഒരു എന്താ പറയാ, ഒരു നാരങ്ങയുടെ പകുതി എടുക്കാം. പിന്നെ ലേശം എന്താ പറയാ, ഉപ്പ് ചേർക്കാം. പിന്നെ വേണമെങ്കിൽ ഹണി ചേർക്കാം. ഇതൊക്കെ കൂടി മിക്സിയിലിട്ട് അടിച്ച് കുടിക്കാം. ഏറ്റവും നല്ലതാണ് നമ്മുടെ ബോഡിക്ക്. നമ്മുടെ ബോഡി സ്ലിം ആവുകയും ചെയ്യും, സ്കിൻ ഗ്ലോ ആവുകയും ചെയ്യും, ഡൈജഷന് നല്ല രീതിയിൽ നടക്കും കേട്ടോ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ സ്കിന്നിന് എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടാവുന്നതെന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്നും കൂടി പറയൂ മാം, കേട്ടില്ലായിരുന്നു. മാം ഒന്നും കൂടി പറയൂ. അതായത് പുതിനയില ഒരു 5 ഇല എടുക്കാം നിങ്ങൾ. ഓക്കെ, പുതിനയില 5 എണ്ണം എടുക്കാം. ദെൻ ഒരു കുക്കുംബറിന്റെ ഹാഫ് ഉണ്ടല്ലോ, ഒരു കുക്കുംബറിന്റെ പകുതി അതെടുക്കാം. അത് തൊലി ചെത്തിയിട്ട് അതിനകത്ത് ഇടാം. അതിനുശേഷം ഒരു കഷ്ണം ജിഞ്ചർ എടുക്കാം. ഓക്കെ, ദെൻ നാരങ്ങാനീര് എടുക്കാം. ഒരു അര നാരങ്ങാനീര് എടുക്കാം. അതിനുശേഷം ഒരു ഇത്തിരി ഉപ്പിടാം. വേണമെങ്കിൽ ഹണി ആഡ് ചെയ്യാം. ഇതൊക്കെ കൂടി എന്ത് ചെയ്യാ, മിക്സിയിലിട്ട് അടിക്കുക. ഓക്കെ, ഇപ്പൊ ഒരു ഗ്രീനിഷ് കളറില് ഒരു ജ്യൂസ് നമുക്ക് കിട്ടും. അത് കുടിക്കാം. മാം ഡെയിലി കുടിക്കാമോ ഇത്? ഇത് ഡെയിലി കുടിക്കാം, ഒരു പ്രശ്നം ഉണ്ടാവില്ല. എപ്പോ വേണമെങ്കിലും കഴിക്കാവോ, അതോ ടൈം ഉണ്ടോ? കാലത്ത് കഴിക്കണമെന്നോ നൈറ്റ് അങ്ങനെ അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കുന്നത് അപ്പൊ കഴിക്കാം.
മാം കേട്ടോ. ഇതേപോലെ തന്നെ ഒരു റെസിപ്പി ഞാൻ ചെയ്തിരുന്നു. പക്ഷെ അത് നമ്മൾ ഫുൾ അടിച്ചിട്ടല്ല. അതിന് പകരം ഇത് നമ്മൾ വെള്ളത്തില് ഇതെല്ലാം ഇട്ട് തലേദിവസം വെച്ചിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് തുടങ്ങി നമുക്ക് അത് വെള്ളം ഫുള്ള് കുടിക്കാം. അങ്ങനത്തെ ഒരു ഇതായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. അതില് ഉപ്പുമില്ല ഹണിയും ഇല്ല. ബാക്കിയെല്ലാം ഈ പറഞ്ഞതെല്ലാം പീസാക്കി കട്ട് ചെയ്ത് ഇഞ്ചി ചതച്ചത് എല്ലാം കൂടി നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുന്നു. ആ വെള്ളം നമ്മൾ കുടിക്കുന്നു. അങ്ങനെയായിരുന്നു. ഇത് അരക്കുന്നത് അങ്ങനെ ഫസ്റ്റ് ടൈമാണ്. ഞാൻ അരച്ചിതൊന്ന് ചെയ്തിരുന്നു. ട്രൈ അപ്പൊ ഇത് ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്യണം ചെയ്യാം. മിസ് ആ വെള്ളം ഒരു എന്താ പറയാ ചേർക്കണം. ലീവ്സ് അതൊരു നല്ലൊരു സ്മെല്ലും എന്താ പറയാ നമുക്ക് അങ്ങനെ അധികം ആവരുത് കേട്ടോ. അതായത് 5 കൂടുതലൊന്നും ആവരുത്. അതായത് കുത്ത് വരും, ഒരു പ്രത്യേകതരം കുത്തുണ്ടല്ലോ പുതിനയിലക്ക്, അത് കൂടുതലാവും. അപ്പൊ നമുക്ക് എന്താ പറയാ കയ്പ്പ് വരും. അധികം ആവരുത്, ഒരു 4-5 ആ ഒരു ഇത് മാത്രം മതി. ഇപ്പൊ കുക്കുംബറൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് 5 പുതിനയിലക്കൊക്കെ വേണമെങ്കിൽ ഒരു കുക്കുംബർ ഇപ്പൊ ഇച്ചിരി മീഡിയം സൈസ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ എടുക്കാം. ചിലവരുണ്ട്, ചിലർക്ക് കുക്കുംബർ ഭയങ്കര മടിയാ കട്ട് ചെയ്തിട്ടൊക്കെ കഴിക്കാനൊക്കെ. പക്ഷെ ഇങ്ങനെയുള്ള ആളുകൾക്ക് എളുപ്പമാണ്. കാരണം ഇത് ജ്യൂസ് ആക്കിയല്ലേ നമ്മൾ കുടിക്കുന്നത്. അതിന്റെ കൂടെ പുതിനയിലയും ചെല്ലുന്നുണ്ട്, ഇഞ്ചിയും ചെല്ലുന്നുണ്ട്, നാരങ്ങ നീരൊക്കെ ചെല്ലുന്നുണ്ട് അകത്തോട്ട്. അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. സ്കിൻ ഗ്ലോ ആവും. ഓക്കെ, മാം നാളെ തുടങ്ങി ട്രൈ ചെയ്യാനായിട്ട്. ഓട്സ് ഇല്ലേ, ഞാന് ഫിസിയോക്ക് പോയിരുന്നു ഉണ്ണികളെയും കൊണ്ടേ. അപ്പൊ അവിടുത്തെ ആ ചേച്ചി എനിക്ക് വെയിറ്റ് കുറയാനും ഹെൽത്തി ആയിട്ട് നൈറ്റ് നമുക്ക് ഇങ്ങനെ വിശക്കുമല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ട് പറഞ്ഞു തന്നതാ. കുറച്ച് ഓട്സ് ഉണ്ടല്ലോ, അത് മുട്ട, പിന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന പച്ചക്കറികൾ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഓട്സും സവോളയും ഒരു ക്യാരറ്റോ ബീൻസോ അങ്ങനെ എന്തെങ്കിലും കൂടി മിക്സ് ചെയ്തിട്ട് അപ്പം ഉണ്ടാക്കില്ലേ നമ്മള്, അങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കാം. അപ്പൊ അത് കഴിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം വിശപ്പും നമുക്ക് മാറും, ഈ ഹെൽത്തിയാണ്. കുട്ടികൾക്ക് അധികം കുറച്ചൊക്കെ കൊടുക്കാം. വെയിറ്റ് ലോസ് വരുമല്ലോ നമുക്ക്, അത് വെയിറ്റ് ലോസിന് വേണ്ടിയാ കഴിക്കാൻ പറയുന്നത്. അപ്പൊ ഇടയ്ക്കൊക്കെ കൊടുക്കാൻ കുഴപ്പമില്ല. ഇങ്ങനെ ചെയ്താൽ നല്ലതാണ് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് നാൾ കഴിച്ചു. നല്ലതാണ്, നല്ല നമുക്ക് ഒരു 7 മണിക്ക് മുന്നേ ഫുഡ് തന്നെ കഴിച്ച് അവസാനിപ്പിക്കാൻ അവർ പറയണത് ശരിക്കും, നമ്മൾ വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ. അപ്പൊ 7 മണിക്കുള്ളിൽ ഫുഡ് കഴിക്കാതെ ഇങ്ങനെ. പിന്നെ അതുപോലെ തന്നെ പച്ചപ്പയർ ഉണ്ടല്ലോ, അതും ഞാൻ ട്രൈ ചെയ്തിരുന്നു. എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു. അടുപ്പിച്ച് കുറച്ച് ദിവസം മുട്ട, ചിക്കൻ ഇല്ലേ, നമ്മളിപ്പോ ചിക്കൻ എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്നില്ലെങ്കിലും മേടിച്ചിട്ട് വെക്കുമ്പോൾ ഒരു ബോക്സിലാക്കി ഒരു 3 പീസ് 4 പീസ് മാറ്റി വെക്കാം, ഒരു 4 ദിവസത്തേക്കൊക്കെ. അങ്ങനെ ആക്കിയിട്ട് ഉപ്പും കുരുമുളക് ഇട്ട് വേവിച്ചിട്ട്, അതൊരു ഡോക്ടർ ഇതുപോലെ പറഞ്ഞിട്ട് ചെയ്തതാ. അപ്പൊ അത് നമ്മൾ ഇങ്ങനെ പിച്ചെടുക്കുമല്ലോ, ഇങ്ങനെ ചീവി എടുത്തിട്ട് അതും മുട്ടയും ഈ പച്ചപ്പയറും കൂട്ടി മിക്സ് ചെയ്യാം. ഭക്ഷണം കഴിക്കരുത് കേട്ടോ, അതിന് പകരമാണ് പറഞ്ഞ ഈ ഒരു സംഭവം കഴിക്കാം. നന്നായിട്ട് വെയിറ്റ് ലോസിനൊക്കെ നല്ലതാ നമ്മള്. പക്ഷെ ഇതൊക്കെ കഴിക്കുമ്പോൾ അവർ പറയുന്നത് നൈറ്റ് ഒരു 7 മണിക്ക് മുന്നേ ഇതൊക്കെ കഴിക്കണം. പിന്നെ കൂടുതലും വെള്ളം കുടിക്കാം. ജ്യൂസ് ഐറ്റംസ് അധികം കഴിക്കരുതെന്ന് പറഞ്ഞു 7-ന് ശേഷം. അത് ഈ ഓറഞ്ച് പോലത്തെയൊക്കെ പ്രത്യേകിച്ച് കഴിക്കരുത് നൈറ്റിൽ. നമുക്ക് ഈ അസിഡിറ്റി സംഭവങ്ങളൊക്കെ കൂടുതലായിരിക്കും. അപ്പൊ അതൊന്നും കഴിക്കരുത് അതിന് മുന്നേ. അതുപോലെ പാല് കുടിക്കില്ലേ നമ്മൾ, അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പൊ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്, പാലും അതുപോലെ ഈ ഓറഞ്ച് അങ്ങനത്തെ സാധനം നമ്മളെല്ലാത്തിലും മിക്സ് ചെയ്യുന്നതാണ് ഒരുമിച്ച്. എന്നാലും ചിലവർക്ക് അലർജി ഉണ്ടാവും. ഇപ്പൊ നമ്മൾ എന്തുണ്ടാക്കുമ്പോഴും പാല്, ഇപ്പൊ തൈര് മിക്സ് ചെയ്യരുതെന്ന് പറയുമല്ലോ ചില സാധനങ്ങൾ, നമ്മളതെല്ലാം ചെയ്യുന്നുണ്ട്. പലർക്കും അത് പറ്റില്ല. ഞങ്ങളുടെ ഇവിടെ ഒരു കുട്ടി പാല് കുടിച്ചിട്ട് ഷെയ്ക്ക് കുടിച്ചിട്ട് മരിച്ചു. അടുത്ത് ഒരു കുട്ടിയാണ്, അതിന് അലർജി ഉണ്ടായിരുന്നു പാലിന്റെ. ഇപ്പൊ കുറച്ച് വർഷമായിട്ട്. അപ്പൊ അത് അവരുടെ ആ കുട്ടിയുടെ ആദ്യം അമ്മ ഉണ്ടായിരുന്നു, അപ്പൊ അറിയായിരുന്നു. അമ്മ മരിച്ചുപോയി. ഈ രണ്ടാമത് കല്യാണം കഴിച്ച അവർക്ക് അത് അറിയില്ല. അവര് പുറത്ത് കൊണ്ടുപോയപ്പോ അത് മേടിച്ച് കൊടുത്തു. ചെറുതിലെ അലർജി ഉണ്ട്. ചില കുട്ടികൾക്ക് ഒരു 5 വയസ്സ് കഴിയുമ്പോൾ മാറിപ്പോകുമെന്ന് പറയും. ഇവിടെ ചേച്ചിയുടെ മോന് പാല് കുടിക്കുമ്പോ ഒക്കെ മേല് പൊന്തുമായിരുന്നു. ഡോക്ടർ പറഞ്ഞു ഒരു 5 വയസ്സൊക്കെ കഴിഞ്ഞപ്പോ അവനിപ്പോ കുടിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ചിലവർക്ക് മാറിപ്പോവും. അപ്പൊ ഈ മിക്കതും ഈ പറയുന്നത് ഈ ഓറഞ്ചും പാലും തമ്മിൽ ഇത്തിരി കഴിച്ച ഒരു 2 മണിക്കൂറെങ്കിലും, ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇത് 2 മണിക്കൂർ ഗ്യാപ്പെങ്കിലും ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ചിലർക്ക് വയറുവേദന വരും. നമുക്ക് അവരെ എല്ലാ കുട്ടികൾക്കും അറിയില്ലല്ലോ, അപ്പൊ അവർക്ക് വയറുവേദന വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ സിജി, സ്ലോ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞില്ലേ, ഞാൻ മയോണൈസ് അവർക്ക് ഉണ്ടാക്കാറുണ്ട്. ബോയിൽഡ് എഗ് ഉണ്ടല്ലോ, അതിട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെള്ളവും നമ്മൾ സാധാ മയോണൈസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ചെയ്യാൻ പറ്റും. അത് ഒരു സ്പൂൺ ഓയിൽ മതി, അതിലേക്ക് കുറച്ച് വെള്ളവും ഈ മുട്ടയും കൂടി മിക്സ് ചെയ്ത്, ഒരു വെളുത്തുള്ളി, കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ ഇത്തിരി പഞ്ചസാര, വിനാഗിരി അല്ലെങ്കിൽ കൂടുതൽ ഞാൻ വിനാഗിരി ഇവർക്ക് ഒഴിക്കില്ല. ലെമൺ ഉണ്ടല്ലോ കുറച്ച്, ഇത് ഒഴിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല മയോണൈസ് കിട്ടും നമുക്ക്. ഈ പേടിക്കണ്ട, മറ്റേത്
നമുക്ക് മുട്ടയുടെ വെള്ളയാകുമ്പോ പേടിക്കണല്ലോ, വേവാത്തതല്ലേ. ഇത് വേവിച്ച് ഞാൻ രണ്ടും ട്രൈ ചെയ്തിട്ടുണ്ട്. ഉണ്ണി ഇട്ടിട്ടും ചെയ്തിട്ടുണ്ട്, ഉണ്ണി ഇല്ലാതെ ചെയ്തിട്ടുണ്ട്. രണ്ടായാലും കുട്ടികൾക്ക് കൊടുക്കാൻ കുഴപ്പമില്ല, നല്ലതാ. അതുപോലെ പാലും ചെയ്തിട്ടുണ്ട്, പാലും കുഴപ്പമുണ്ടായിട്ടില്ല, നല്ലതാ കൊടുക്കാനായിട്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഓട്സിന്റെ ഇഡ്ഡലി കൊടുക്കാം. ആരെങ്കിലും ഓട്സിന്റെ ഇഡ്ഡലിയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ? മാം ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. അമൃതം പൊടി കഴിക്കാൻ വളരെ ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷെ എന്നും ചെയ്യാന്നല്ല, ഞാൻ പക്ഷെ ഇവിടെ അംഗനവാടിയിൽ നമുക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. കുറെ ആളുകൾ കൂടി എല്ലാ അംഗനവാടിയിൽ നിന്നും കൂടിയിട്ട് എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അതുകൊണ്ട് പാലട ഉണ്ടാക്കിയിട്ട് അടപ്രഥമം ഉണ്ടാക്കൂലേ നമ്മള്, അതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഫസ്റ്റ് കിട്ടിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ എന്താ വെച്ചാല് അതാരും അങ്ങനെ ഫ്രൈ ചെയ്യുന്നല്ലോ, നമ്മളിങ്ങനെ പാല് അട പോലെ ഇങ്ങനെ നമ്മളിങ്ങനെ ഇലയിലാക്കിയിട്ട് കെട്ടിയിട്ട് വേവിച്ചിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണാക്കി എടുത്തിട്ട് ശർക്കരയിൽ വിളയിച്ച് പാലൊക്കെ ഒഴിച്ച് ചെയ്യില്ലേ, നല്ല ടേസ്റ്റ് അത്. സാധാരണ കുട്ടികൾ കഴിക്കാൻ പാടാ, ശർക്കര ഇട്ട് ചെയ്യുമ്പോൾ നല്ലത്. അതുപോലെ ഇടിയപ്പം ഉണ്ടാക്കുന്നത് നല്ലതാ. അതില് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്, അതും നല്ലതായിരിക്കും. നല്ലതാണ്. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഓട്സിന്റെ ഇഡ്ഡലിയെ കുറിച്ചിട്ടാണ്. ഓട്സ് എന്ന് പറയുന്നത് എന്താണ്? ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒന്നാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കുഞ്ഞുങ്ങൾക്ക് അത് കൊടുക്കാം. അതായത് ഓട്സ് എടുക്കുക, കുറച്ച് റവ എടുക്കുക, കുറച്ച് തൈര് എടുക്കുക, ഇതൊക്കെ കൂടി മിക്സ് ചെയ്യുക, കുറച്ച് ക്യാരറ്റ് ഇടുക, ഒരു ഗ്രീൻ ചില്ലി ഇടുക, ദെൻ ഉപ്പിടുക, മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, കുറച്ച് നേരം ആ ബാറ്റർ ഒന്ന് വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യാം, ഇഡ്ഡലി തട്ടില് നമ്മൾ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കുക. അപ്പൊ 3 സാധനങ്ങളാ ചെല്ലുന്ന ഉള്ളിലോട്ട്. ഒന്ന് ഓട്സ് ചെല്ലുന്നുണ്ട് അല്ലെ, അത് ഫൈബർ റിച്ച് ആണ്. രണ്ടാമത് റവ ചെല്ലുന്നുണ്ട്, ഓക്കെ, അതും നമുക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒന്നാണ്. മൂന്നാമത്തേത് തൈര്, കേർഡ് അല്ലേ, അതായത് പ്രോബയോട്ടിക്കുകളാണ് ധാരാളം. നമ്മുടെ കുടലിന്റെ ഒക്കെ എന്താ പറയാ, നമ്മുടെ ഡൈജഷൻ കൂടുതൽ നടക്കാനൊക്കെ സഹായിക്കുന്നതാണ് കേർഡ് എന്ന് പറയുന്നത്. ഈ 3 സാധനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നുണ്ട്, അതായത് ഇഡ്ലിയുടെ രൂപത്തില്. അപ്പൊ ചില കുഞ്ഞുങ്ങള് ചിലപ്പോ വെജിറ്റബിൾ കറിയൊന്നും കഴിക്കുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്കൂള് വിട്ട് വന്നതിന് ശേഷം ഇങ്ങനെയുള്ള ഇഡ്ഡലി, അതായത് ഈ ഓട്സ് ഇഡ്ഡലി ഉണ്ടാക്കി കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഉച്ചക്കലത്തെ മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ മീൻ ചാറോ അല്ലെങ്കിൽ മീൻ കഷ്ണമോ, നല്ല നല്ല മീനുകള് എന്ത് ചെയ്യാം, കുഞ്ഞുങ്ങൾക്ക് കറി വെച്ച് ഇതിന്റെ കൂടെ നമുക്ക് സെർവ് ചെയ്യാം. അത് അവർ പെട്ടെന്ന് അപ്പൊ കഴിച്ചോളൂ. മിസ്സേ ഒന്നും കൂടെ പറഞ്ഞ മിസ്സേ, ഇൻഗ്രീഡിയൻസ് ഓട്സ് ഒരു അരക്കപ്പ് ഓട്സ് എടുക്കുക. പിന്നെ അതിന്റെ തന്നെ ഇതില് റവ എടുക്കുക. റവ വറുത്തതോ അല്ലെങ്കിൽ വറക്കാത്തതോ? വറക്കാത്തത്, അതെന്ത് വേണമെങ്കിലും ആവാം നിങ്ങൾക്ക്, അതൊരു പ്രശ്നമില്ല. അതൊരു കോട്ടിംഗ് ആണ് കേട്ടോ. ഓട്സ് നമുക്ക് തനിയെ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഇഡ്ലിയുടെ രൂപത്തിലാവില്ല, കാരണം പശയാണ്, ഒട്ടിപ്പിടിച്ച് ഒരു സ്ട്രക്ചർ കിട്ടില്ല നമുക്ക്. ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റവ യൂസ് ചെയ്യുന്നത്. പിന്നെ അരക്കപ്പ് തൈര്, കേർഡ്, നമുക്കിപ്പോ കട്ടത്തൈരോ അല്ലെങ്കിൽ അല്ലാത്തതോ. ഇപ്പൊ വെള്ളം പോലത്തെ തൈരാണെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യുന്ന വാട്ടറിന്റെ അളവ് കുറയ്ക്കുക. ഇനി കട്ടത്തൈരാണെങ്കിൽ മിക്സ് ചെയ്ത് ഉണ്ടാക്കാം അല്ലെ. മിക്സ് ചെയ്ത് പിന്നെ കുറച്ച് ക്യാരറ്റ് നമുക്ക് ചോപ്പ് ചെയ്തിടാം, ഒരു ഗ്രീൻ ചില്ലി ആഡ് ചെയ്യാം, ഉപ്പ് ആഡ് ചെയ്യാം, എല്ലാം കിട്ടുന്നുണ്ട് അതിനകത്ത് കേട്ടോ. ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇഡ്ഡലി ഉണ്ടാക്കാം. സ്വാദിഷ്ടമായ ഇഡ്ഡലിയാണ്, സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ. യോഗയ്ക്ക് പോയപ്പോ ഒരു സാധനം ഉണ്ടാക്കി എന്ന് പറഞ്ഞില്ല, അതെന്താണെന്നും കൂടി പറയൂ. യോഗക്ക് പോയപ്പോൾ കുട്ടി പറഞ്ഞത് കടല, പയറ്, 2 തരം കടല, ബ്ലാക്ക് കടല അതുപോലെ വെള്ളക്കടല, പിന്നെ പയറ് പറഞ്ഞു, പിന്നെ പൊട്ടുകടല അതെന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ വേറൊരു കാര്യം കൂടി ചെറുപയറ്. ഈ 5 എണ്ണവും മുളപ്പിച്ചിട്ട് ശർക്കരയും തേങ്ങയും കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കാം. അത് വേവിക്കേണ്ട ആവശ്യമില്ലെന്നാ പറയണേ. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ വേവിച്ചു കൊടുക്കാം, അല്ലാത്തവര് നമുക്കാണെങ്കിൽ എന്ത് ചെയ്യാം, അങ്ങനെ പടി തന്നെ തിന്നാം. അതപ്പോ ഫില്ലിംഗ്. ഈ കടലയും പയറെല്ലാം മുളപ്പിച്ചതാണോ? എല്ലാം മുളപ്പിച്ചതാ, എല്ലാം മുളപ്പിച്ചതാണെന്നാണ് പറഞ്ഞത് കേട്ടോ. മുളപ്പിക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുക, അല്ലാണ്ട് നമ്മള് തലേ ദിവസം വെറുതെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട് കാര്യമില്ല കേട്ടോ. അങ്ങനെ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടില്ല. മുളപ്പിക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഓക്കെ. ഇനി കുട്ടികളുടെ ഹെൽത്ത് കണ്ടീഷൻ മോശമായിരിക്കുന്ന സമയത്ത് എളുപ്പത്തിൽ കുഞ്ഞുങ്ങൾക്ക് ദഹിക്കുന്നതും അതുപോലെ തന്നെ ഹൈ ന്യൂട്രീഷൻ ആയിട്ടുള്ളതുമായ ചെറിയ ഭക്ഷണങ്ങൾ, അതായത് സിമ്പിൾ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് പനിയോ അല്ലെങ്കിൽ ചുമയോ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ
കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യരുത്, ഭയങ്കര കട്ടിയുള്ള ഭക്ഷണ സാധനങ്ങൾ നിങ്ങൾ കൊടുക്കരുത്. അത് നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വയ്യാതൊക്കെ ആകുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന എന്താ, കഞ്ഞി പോലുള്ള സാധനങ്ങളാണ് അല്ലെ, ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത്. ഇനി കുഞ്ഞുങ്ങൾക്ക് അസുഖം വരുന്ന സമയത്താണെങ്കിൽ കുഞ്ഞിനെ നമ്മൾ ഒരിക്കലും പട്ടിണി ഇടാനായിട്ട് പാടില്ല. കുഞ്ഞ് ചിലപ്പോ പറയും എനിക്ക് ഭക്ഷണം വേണ്ട എന്നൊക്കെ പറയും, പക്ഷെ കുഞ്ഞ് പറയുന്നത് നമ്മള് കേൾക്കാനായിട്ട് പാടില്ല. എന്തെങ്കിലും എന്ത് ചെയ്യണം, കുഞ്ഞിനെ നിർബന്ധിച്ച് നമ്മള് കഴിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അതായത് ധാരാളം മരുന്നുകള് കുഞ്ഞ് ആ സമയത്ത് കഴിക്കുന്നതാണ് അസുഖം വരുന്ന സമയത്ത് അല്ലെ. അപ്പൊ എന്തെങ്കിലും ഭക്ഷണം എന്ത് ചെയ്യണം, കുഞ്ഞിന്റെ ഉള്ളിൽ എത്തിക്കാനായിട്ട് നമ്മള് ശ്രമിക്കണം കേട്ടോ. ഓക്കെ, ഇനി ഒരു ചെറിയൊരു പാരഗ്രാഫും കൂടി ഉണ്ട് നമ്മുടെ ഒരു ചാപ്റ്റർ തീരാൻ വേണ്ടിയിട്ട് കേട്ടോ. അതർ ഫുഡ് ഹാബിറ്റ്സ് ഒരാളൊന്ന് വായിക്കുക കേട്ടോ. എല്ലാവരും ഒന്ന് മൈൻഡിൽ റീഡ് ചെയ്യാ. അതുകൂടാതെ ശില്പ ഉണ്ട് അവിടെ, ആരാ ഒന്ന് വായിക്കാം? ശില്പ അതർ ഫുഡ് ഹാബിറ്റ്സ് ഒന്ന് വായിച്ചിട്ട്, നമുക്ക് നേരം ഉണ്ടാവുമെന്ന് അറിയില്ല, ഒന്ന് വായിക്കാം, അതിനുശേഷം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. Okay, ma'am. Other food habits. It is better to avoid strong flavors and too many spices. Too hot and too cold foods should also be avoided. Food should be prepared depending upon the dislikes of the child. The child should never be forced to eat. In order to develop taste, less likable foods can be offered when the child is very hungry, followed by more likable foods. But this age, children are able to feed themselves independently and his should be aided. Care should be taken to see that meal times are calm. It is better to serve nutritious snacks in between meals, but children should not be allowed to highlight snacks instead of meals. Junk food and too many sweet food should also not be preferred. At the same time, food should not be used as a source of benefit or punishment. Concern should be taken that the child does not skip breakfast. Children usually enjoy food when all family members, many children in their center to eat together. Variety in types, preparation, color, texture, and shapes of food also make them feel happy. Washing hands before and after eating and cleaning of teeth after feed can be aided. Children can also be encouraged to share food and not to spill and waste food. പറയട്ടെ മാം? ഓക്കെ, പറഞ്ഞോളൂ. ഒരുപാട് സ്ട്രോങ് ഫ്ലേവേഴ്സ് ഉള്ളതും സ്പൈസസ് ഇതായിട്ടുള്ള ഫുഡ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യണം. അതേപോലെ തന്നെ നല്ല ചൂടിനോട് കൂടെയും നല്ല തണുപ്പോട് കൂടെയും കുട്ടികൾക്ക് ഫുഡ് കൊടുക്കരുത്. പിന്നെ അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് അവരുടെ ഇഷ്ടക്കേടുകൾക്ക് അനുസരിച്ചും ഫുഡ് കൊടുക്കാണ്ട് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് അവർ എടുക്കുന്നുണ്ടോന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ഫുഡ് കൊടുക്കുമ്പോൾ അതിൽ ന്യൂട്രീഷൻ കണ്ടന്റ് ഉണ്ടാകുന്നില്ല. അപ്പൊ അതുകൊണ്ട് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് മാത്രമേ നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യാമുള്ളൂ. അതേപോലെ തന്നെ അവരുടെ ടേസ്റ്റും കാര്യങ്ങളും മാത്രം നോക്കി അവരുടെ വിശപ്പുള്ള സമയത്ത് വിശപ്പില്ലാത്ത സമയത്ത് അങ്ങനെയൊന്നും നോക്കരുത്. ചെറിയ ചെറിയ ഇടവേളകളിൽ അവർക്ക് ഫുഡ് കൊടുക്കണം. പിന്നെ ഈ സമയം എന്ന് പറയുന്നത് അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങുന്ന സമയമാണ്. അപ്പൊ നമ്മൾ അവരെ ഫോഴ്സ് ചെയ്തും അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചും നമ്മൾ അവർക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്ത് ആ ഇത് തന്നെ അവര് മുന്നോട്ട് ഫോളോ ചെയ്യും. കാരണം ചുട്ടയിലെ ശീലം ചുടല വരെ എന്നാ പറയുന്നത്. ഇപ്പോഴത്തെ ടൈമിൽ നമ്മൾ അവരെ നീ കഴിച്ചില്ലെങ്കിൽ ഞാൻ അത് ചെയ്യും, നീ കഴിച്ചില്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യും, അല്ലെങ്കിൽ നിനക്ക് TV വെച്ച് തരില്ല, നിന്റെ ഇഷ്ടത്തിന് നിന്നെ അത് ചെയ്യത്തില്ല, നീ കഴിച്ചു കഴിയുമ്പോൾ നിനക്ക് ഞാൻ ഇന്ന സാധനം വാങ്ങിത്തരാം, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഒരു ടൈം നമ്മൾ അവർക്ക് അങ്ങനെ ഒരു പ്രിഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ മുന്നോട്ട് നമ്മൾ അതേപോലെ തന്നെ അവർക്ക് ചെയ്തു തരും. അവരതൊരു നീഡായിട്ട് എടുക്കും. ഫുഡ് കഴിക്കണമെന്ന് എനിക്ക് അത് ചെയ്തു തരണം, എന്നാൽ ഞാൻ ഫുഡ് കഴിക്കാം, എനിക്കിഷ്ടമല്ല അതുകൊണ്ട് എനിക്ക് അത് വാങ്ങി തന്നാൽ ഞാൻ ഫുഡ് കഴിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞു വരും അവര് പിന്നത്തേക്ക്. പിന്നെ എന്ന് പറയുന്നത് മീൽ ടൈം എന്ന് പറയുന്നത് നല്ല ക്ഷമയോട് കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കേണ്ടതാണ്. സാധാരണ എല്ലാവരും പറയും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല,
വെള്ളം കുടിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം അത് ഇങ്ങനെ അന്നം എന്ന് പറയുന്നത് ഒരു ലക്ഷ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇത് കൊടുക്കണം, എന്താ പറയാ, നമ്മൾ ഭക്ഷണത്തെ മാനിക്കണം. അപ്പൊ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരുപാട് ചെറുപറാന്ന് സംസാരിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വായിലിരിക്കുന്ന ഫുഡൊക്കെ തെറിച്ചു പോകും. അപ്പൊ നമ്മുടെ ചുറ്റും ഇരിക്കുന്ന ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വരത്തില്ല. അപ്പോൾ ആ ഒരു ഫുഡ് കഴിക്കുന്ന ടൈമിൽ നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെ നമ്മൾ ഫുഡ് എങ്ങനെ കഴിക്കണം എന്നും എങ്ങനെ ടേബിൾ മാനേഴ്സ് കീപ്പ് ചെയ്യണം, ഫുഡ് എങ്ങനെ നിലത്തൊന്നും വിതറാണ്ട്, ഇപ്പോൾ ഒരു കുട്ടീനെ ഭക്ഷണം കഴിക്കാൻ ഇരുത്തി കഴിഞ്ഞാൽ ആളെ ഇരുത്തി ചെമ്പരപ്പടി ഇട്ട് ഇരുത്തിയിട്ട് അയാളുടെ മടിയിൽ വെച്ച് കൊടുത്തിട്ട് കഴിക്കാൻ പറയണം. അല്ലെങ്കിൽ താഴെ വെച്ചിട്ടാണെങ്കിലും പുറത്തൊന്നും ചാടാത്ത രീതിയിൽ ഒരു സൈഡിൽ നിന്ന് എടുത്ത് കഴിക്കണം. മൊത്തം എടുത്ത് കഴിക്കരുത്, കൂട്ടി കഴിക്കരുത് എന്നൊക്കെ കുഞ്ഞിനെ ഈ ടൈമിൽ നമ്മൾ കുഞ്ഞിനെ പഠിപ്പിച്ചു കൊടുക്കണം. പിന്നെ പഠിപ്പിച്ചു കൊടുക്കുക, ഇപ്പൊ കുഞ്ഞല്ലേ അവരവരുടെ ഇഷ്ടത്തിന് വാരി കഴിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പിന്നെ അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. അതേപോലെ തന്നെ സ്നാക്സ്, ഇപ്പോ മെയിൽസ് കഴിക്കാതെ സ്നാക്സ് കഴിക്കുന്ന ചില കുട്ടികളുണ്ടാകും. അതത്ര ന്യൂട്രീഷ്യസ് സ്നാക്സ് ആണെങ്കിലും മീൽസിന്റെ ടൈമിൽ മീൽസ് തന്നെ കൊടുക്കാൻ നോക്കുക. സ്നാക്സ് കൊടുത്ത് അവരെ ഒതുക്കിയിരുത്താൻ ശ്രമിക്കാതിരിക്കുക. അതേപോലെ തന്നെ ജങ്ക് ഫുഡ് പരമാവധി സ്വീറ്റ്സ് ആയിട്ടുള്ള ഫുഡും ജങ്ക്സ് ആയിട്ടുള്ള ഫുഡ്സ് അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ പണിഷ്മെന്റ് ചെയ്യുന്നുള്ള പറയുന്ന കാര്യങ്ങളൊക്കെ അതൊന്നും ഒരിക്കലും ചെയ്യാണ്ടിരിക്കണം. പിന്നെ ഒരു കാരണവശാലും കുട്ടികളുടെ ബ്രേക്ക്ഫാസ്റ്റ് മുടക്കരുത്. അത് നമ്മൾ ചെറുതായിട്ടാണെങ്കിലും ഒരു ഇഡലി അല്ലെങ്കിൽ ഒരു ദോശ അങ്ങനെയാണെങ്കിൽ പോലും രാവിലെ മസ്റ്റായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർബന്ധിക്കണം. കാരണം നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മുടെ ബോഡിയിലെ ഫുൾ ഫങ്ഷനെ നിയന്ത്രിക്കുന്നത്. നമ്മളത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഹോൾ ഡേ ആണ് നമ്മുടെ പോകുന്നത്. കുഞ്ഞാണെങ്കിൽ അവർ പ്രത്യേകിച്ചും അവർ ഒരുപാട് കളിക്കുന്നവരാണ്. രാവിലെ നമ്മൾ ഇവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കപ്പ് പാലോ എന്തെങ്കിലും കൊടുത്തിട്ട് ഡേ കെയറിലോ നഴ്സറിയിലോ ഒക്കെ വിട്ട് കഴിയുമ്പോൾ ഒരുപാട് ഓടി കളിക്കുന്ന പിള്ളേരാണ്. അവർ പെട്ടെന്ന് ടയേർഡാകും, അവർക്ക് പല ബുദ്ധിമുട്ടുകളും വരും. അപ്പൊ പരമാവധി നമ്മൾ പിള്ളേരുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. അതേപോലെ തന്നെ ഏറ്റവും വേണ്ടത് അച്ഛൻ്റെയും അമ്മയുടെയും അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ ഒപ്പം ഇരുന്ന് ഫുഡ് കഴിക്കാൻ പിള്ളേരെ പഠിപ്പിക്കാം. കുഞ്ഞിനൊരു ടൈമിൽ ഫുഡ് കൊടുത്തിട്ട് മറ്റുള്ളവർ വേറെ ടൈമിൽ കഴിക്കുക, അത് പരമാവധി ഇല്ലാണ്ടാക്കുക. കാരണം ആ കുഞ്ഞിന്റെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ അവൻ ഹാപ്പിയായി ഇരുന്ന് കഴിക്കും. അവൻ ഒറ്റയ്ക്ക് കൊടുക്കുമ്പോൾ അവൻ ഒറ്റയ്ക്കാണല്ലോ എന്നുള്ളൊരു ചിന്തയൊക്കെ വരും. അപ്പൊ അതൊക്കെ ഒഴിവാക്കിയിട്ട് കുഞ്ഞിനോട് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ ഫുഡിന് വെറൈറ്റി, ഇപ്പം മാം പറഞ്ഞ പോലെ നല്ല ഷേപ്സിൽ പ്രിപ്പയർ ചെയ്യുന്ന രീതികൾ, ടെക്സ്ചർ, കളറ് അതൊക്കെ മാറ്റി മാറ്റി ഇത് ചെയ്യുമ്പോൾ അവർ ഒരുപാട് ഹാപ്പി ആയിരിക്കും. നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന കാര്യം അവരുടെ ഇഷ്ടത്തിന് ചെയ്തു കൊടുക്കണം. ഇപ്പോൾ ഐസ്ക്രീം പോലെ ദോശ ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ ആപ്പിൾ പോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സിലൊക്കെ കൊടുക്കുമ്പോൾ അവർ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ അവരെ ഒന്നും പറഞ്ഞ് കയ്യിലെടുക്കുന്നതല്ല, പക്ഷെ പരമാവധി നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ളൊരു ഇത് അവർക്കുണ്ടാകും, ഹാപ്പിനെസ് അവർക്കുണ്ടാകും. അതേപോലെ തന്നെ കുഞ്ഞുങ്ങൾ ഫുഡ് കഴിക്കുമ്പോഴും കഴിക്കുന്നതിന് ശേഷവും നന്നായിട്ട് കൈ കഴുകാനും എങ്ങനെ കൈ കഴുകുന്നു എന്നുള്ളതും അവരെ പഠിപ്പിച്ചെടുക്കണം. ഇപ്പൊ കുഞ്ഞു പിള്ളേരാകുമ്പോൾ കൈ കഴുകിയിട്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് വെറുതെ കൈ ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് പോരും. ഇപ്പൊ നമ്മളാണെങ്കിൽ നന്നായി സോപ്പ് ഇട്ടൊക്കെ ചെയ്യും. എപ്പോഴും നമുക്ക് കുഞ്ഞിന്റെ പുറകെ നടക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഫസ്റ്റ് ടൈം അവരെ കൈ കഴുകിക്കുമ്പോൾ നീ എങ്ങനെ കൈ കഴുകണം, അവിടെ എങ്ങനെ ചെയ്യണം, എന്തുകൊണ്ട് ചെയ്യണം എന്നുള്ളത് ഈ കുഞ്ഞിൽ തന്നെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നോക്കണം. ഇപ്പൊ നമ്മൾ വിരലിന്റെ ഇടയ്ക്കൊക്കെ കൈ കഴുകുമ്പോൾ ഇത് ചെയ്യും, മറ്റേ ഹാൻഡ് ടെക്നിക്സിൽ അങ്ങനെയൊക്കെ ഇല്ലേ. അപ്പൊ അത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ അവന് പറഞ്ഞു കൊടുക്കണം. ഇതിന്റെ ഇടയ്ക്ക് ഇതേ നോക്കി ചെളി ഇരിക്കുന്നുണ്ട്, അപ്പൊ നീ കൈ കഴുകുമ്പോൾ ഇവിടെയും കൂടെ നോക്കണം, ചെളി ഉണ്ടെങ്കിൽ ഇത് എടുത്ത് കളയണം, അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അത് ഉള്ളിൽ പോകും. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചാലാണ് നിനക്ക് ഒരു അസുഖം വരാണ്ടിരിക്കുള്ളൂ. അപ്പൊ നന്നായി കൈ കഴുകണം, ഇങ്ങനെ കൈ കഴുകണം, അതിന് ശേഷമേ ഫുഡ് കഴിക്കാൻ പോളൂ. ഇപ്പൊ ഫുഡ് കഴിക്കുമ്പോൾ നിലത്തൊന്നും കളയരുത്. അതേപോലെ നിനക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക, ആവശ്യമുള്ളത് മാത്രം കഴിക്കുക. വെറുതെ ഒരുപാട് എടുത്തിട്ട് കളയാനുള്ള ഒരു ഇട വരുത്തരുത്. നമുക്ക് ഫുഡ് കിട്ടുന്നുണ്ടെങ്കിൽ അത് കിട്ടാത്ത ഒരുപാട് പേരുണ്ടാകും. നീ ഇപ്പോഴേ അവരെ കുറിച്ച് ചിന്തിക്കണം. അങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, താങ്ക് യു. നല്ല രീതിയിൽ പറഞ്ഞു കേട്ടോ, കുറെ കാര്യങ്ങൾ പറഞ്ഞു, അടിപൊളിയായിട്ട് പറഞ്ഞു കേട്ടോ. താങ്ക് യു. ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറഞ്ഞൊരു ടീച്ചറെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഒരു ഗൈഡൻസ് നൽകുന്ന പോലെ, ഒരു കൗൺസിലിംഗ് നൽകുന്നത് പോലെ കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം, വെൽക്കം. ഓക്കെ.
അപ്പൊ ഇതിന്റെ ഇപ്പൊ ശില്പ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഒരു പേജ് ഉണ്ട് ഇതിനെ കുറിച്ച് എനിക്ക് പറയാനായിട്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, പുതിയൊരു ചാപ്റ്റർ ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലേക്ക് കിടക്കാണ്. നിങ്ങൾക്ക് തുടങ്ങി നിങ്ങളുടെ ഈ ഒരു MT തുടങ്ങിയെന്ന് ഞാൻ അന്ന് തുടങ്ങി ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ ഇന്നാണ് എന്താ പറയാ ഏകദേശം ഒരു കൺക്ലൂഷനിൽ എത്തിയത്. നിങ്ങൾ ബോറടിച്ചോ? ഹെൽത്ത് കെയർ തീർന്നിട്ടില്ല. ഈ ചാപ്റ്ററിൽ നിൽക്കാൻ ഞാൻ ഇപ്പോഴും തീരുന്നത് അടുത്ത ക്ലാസ്സോട് കൂടിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഹെൽത്ത് കെയർ അടുത്ത ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യും. ദെൻ നമ്മള് ഒരു പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ താങ്ക് യു എല്ലാവർക്കും കേട്ടോ. ഗുഡ് നൈറ്റ്. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am.